Welcome to the Buddy Show. Reimagining childhood and shaping the future. Today with us, we have Dr. Vijay Lakshmi, who is a social scientist and an educationist, a visionary who's been active in the field. She's also the founder, director of Sandibani School. She's also the founder, chairperson of WHI. WHI, an organization active in women empowerment and human resource development in India. They are active in conversations of what's happening around the globe, what we can learn from there, and part of the global conversation on change. And Dr. Vijay Lakshmi is an active participant, taking many participants from India every year to be part of the global forum and to be part of conversations of change across the globe. And we're really privileged to have this conversation here today. We're really excited to have you on the show today, ma'am. Excited to hear from your experiences. It's always been great to catch up with you and hear your journey. So today we'd love for our viewers to be able to get a sense of your journey, your perspectives, and what is it that you see for this nation in different areas of making change happen and making impact happen. Where would you say this desire to see change or impact began for you? Mr. Naveen. Actually, ഈ ചേഞ്ച് ദാറ്റ് ഈസ് ഒരു 5 മോർണിംഗിൽ നമുക്ക് വരുന്നതല്ലല്ലോ. ബിക്കോസ് ഐ ഹാവ് എ വെരി ഇൻട്രസ്റ്റിംഗ് പാസ്റ്റ് ഇൻ മൈ ചൈൽഡ്ഹുഡ്. ബിക്കോസ് എൻ്റെ വീട്ടിൽ തന്നെ ബാക്ക് സൈഡിൽ തന്നെ ഒരു കാഷ്യൂ ഫാക്ടറിയാണ്. എൻ്റെ അച്ഛൻ ഒരു കാഷ്യൂ ബിസിനസ് ചെയ്യുന്ന ആളായിരുന്നു. അപ്പോൾ എവറി ഡേ ഞാൻ ചെറുതാകുമ്പോൾ കാണുന്നത് ഫാക്ടറിയിൽ ഇന്നത്തെ പോലെയല്ല, വളരെ കഷ്ടമുള്ള മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റി വന്ന് ജോലി ചെയ്യുന്നതാണ് കശുവണ്ടി ഫാക്ടറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കശുവണ്ടി ഫാക്ടറി ജോലി ചെയ്യുന്ന സ്ത്രീകൾ അന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഈ സിറ്റുവേഷൻ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതേ അല്ല. അപ്പോൾ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർ കശുവണ്ടി ഫാക്ടറി വന്ന് ഇങ്ങനെ തല്ലി ഷെല്ലിങ്ങിലൊക്കെ പങ്കെടുത്ത് അതിങ്ങനെ ആ പൈസ കൊണ്ട് ജീവിക്കുന്ന കുടുംബം പുലർത്തുന്നവരാണ്. പക്ഷേ അവരുടെ ഒരു സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ വൈകിട്ട് ഫാക്ടറിയിൽ നിന്ന് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഭർത്താക്കന്മാരൊക്കെ കള്ളു കുടിച്ചിട്ട് വരും, വഴക്കുണ്ടാക്കും, അടിയുണ്ടാക്കും, എന്നിട്ട് ഇവരെ അടിക്കും, ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല, എടുത്ത് എറിയും. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം സമൂഹത്തിൽ ഫാമിലിയിൽ അന്ന് ഉണ്ടായിരിക്കുന്നത് ഞാൻ അറിയുന്നത്. ഇവരെല്ലാം പിറ്റേ ദിവസം കമ്പനി വരുമ്പോൾ, ഫാക്ടറി വരുമ്പോൾ, ഫാക്ടറിയിൽ നിന്ന് അവർ ചായ കുടിക്കാനൊക്കെ വെളിയിൽ പോകുമ്പോൾ ഞങ്ങളുടെ വീട്ടിൻ്റെ സൈഡിലൊരു ഗേറ്റുണ്ട്, അതുവഴി കയറി എൻ്റെ അമ്മയുടെ അടുത്ത് വന്നിട്ട് സംസാരിക്കുക. അമ്മ ചോദിക്കുക, എന്താ നിൻ്റെ മുഖമൊക്കെ കടുത്തിരിക്കുന്നത്, എന്ത് പറ്റി ദേവകി എന്ന് ചോദിക്കും. പറയും, ഇന്നലെ ഒന്നും കഴിച്ചിട്ടില്ല, ഇന്നലെ വെച്ച ചോറെല്ലാം അയാളെടുത്ത് കളഞ്ഞു, എന്നെ അടിച്ചു. അപ്പോൾ എൻ്റെ അമ്മ പറയും, നീ കള്ളു കുടിച്ചിട്ട് വരുന്നവരുടെ അടുത്ത് നീ എന്തിനാ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത്, അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ലല്ലോ, കള്ളു കുടിച്ചിട്ട് വരുമ്പം ഉണ്ടായിരിക്കും. ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ടാണ് ഞാൻ വളരുന്നത്. ഓരോ ദിവസവും ഡിഫറെൻറ്റ് സ്റ്റോറീസാണ് കേൾക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കേൾക്കുമ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ എന്നും അതിനെക്കുറിച്ച് വറീഡാണ്. എന്തെല്ലാം പ്രശ്നങ്ങൾ ഓരോ വീടുകളിലുള്ളത്, എത്ര കഷ്ടപ്പാടാണ്. അപ്പോൾ ഞാൻ വിചാരിക്കും, എന്തെങ്കിലും ഞാൻ പഠിക്കുമ്പം ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അതിനുള്ള പഠിത്തം വേണം എനിക്ക് പഠിക്കാൻ എന്ന ചെറിയ മനസ്സിൽ, നമുക്കന്ന് വലിയ വിവരമൊന്നും ഇല്ലല്ലോ, ആ സമയത്ത് ആഗ്രഹിച്ചു പോകുന്നതാണ്. അങ്ങനെയാണ് ഞാൻ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞപ്പോൾ PhD ചെയ്യാനായിട്ട് ഇഷ്ടപ്പെട്ടപ്പോൾ വിമൻ സ്റ്റഡീസിൽ PhD ചെയ്യണമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഞാൻ വിമൻ സ്റ്റഡീസിൽ PhD ചെയ്യാൻ പോയി. വിമൻ സ്റ്റഡീസിൽ പഠിച്ചു. പക്ഷേ എൻ്റെ സബ്ജക്റ്റ് അതൊന്നും ആയിരുന്നില്ല. PhD സബ്ജക്റ്റ് പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ് ഓഫ് വിമൻ ഇൻ കേരള എന്നായിരുന്നു. അപ്പോൾ ഇപ്പോൾ അന്ന് ഞാൻ എൻ്റെ തീസിസിൽ എന്തെല്ലാം ഫൈൻഡിങ്സ് കണ്ടുപിടിച്ചോ, എന്തെല്ലാം പ്രോബ്ലംസ് സ്ത്രീകൾക്ക് ഈ പൊളിറ്റിക്കൽ ഇലക്ഷനേറിംഗ് ആയിട്ടുണ്ടായിരുന്നോ, അതെല്ലാം ഇന്നും പ്രശ്നമാണ്, ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഇപ്പം 2025 ഇപ്പം നമ്മളൊരു ഇലക്ഷൻ നേരിട്ടു, അപ്പോഴും അന്നത്തെ പ്രശ്നങ്ങൾ തന്നെയാണ് ഇപ്പോഴും പ്രശ്നം. അപ്പോൾ അങ്ങനെ സ്ത്രീകളുടെ പ്രശ്നത്തെക്കുറിച്ച് പഠിക്കാനുള്ള എനിക്കൊരു ബാക്ക്ഗ്രൗണ്ട് എൻ്റെ വീട്ടിൽ നിന്നും കിട്ടിയതാണ്. അപ്പോൾ ഞാൻ വിചാരിക്കും, എൻ്റെ മദർ അവരുടെ അടുത്തെല്ലാം
സംസാരിക്കുന്നത്, അവർക്ക് ആശ്വാസം കൊടുക്കുന്നത്, എത്ര വലിയ കൗൺസിലിംഗാണ് എൻ്റെ അമ്മ ചെയ്തുകൊണ്ടിരുന്നതെന്ന് ഞാൻ ഇപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത്. അതാണ് എൻ്റെ വിമൻ സ്റ്റഡീസ് ആ വിമന് വേണ്ടി ഒന്ന് ചിന്തിക്കാൻ, മാറി ചിന്തിക്കാൻ, സമൂഹത്തിൽ സ്ത്രീകൾക്ക് വേണ്ടി മാറി ചിന്തിക്കാനും അവർ ശാസ്ത്രീയമായിട്ട് അവരുടെ പ്രശ്നങ്ങൾ പഠിക്കുകയും അതിനെങ്ങനെ പരിഹാരം കൊണ്ടുവരാം എന്നുള്ളതായിരുന്നു എൻ്റെ ചിന്ത. അതായിരുന്നു എൻ്റെ ബാക്ക്ഗ്രൗണ്ട്. വൗ, ഇറ്റ്സ് റിയലി ഇൻട്രസ്റ്റിംഗ് ആണ് മാം പറയുന്നത്. കൊച്ചിലെ കണ്ട ഈ അവസ്ഥകളും സ്ത്രീകളുടെ ഓരോ അവസ്ഥകളും കണ്ടിട്ട് പക്ഷെ അതിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യണമെന്ന് യു ഫെൽറ്റ് ദാറ്റ് യു വോണ്ടഡ് ടു ഡു സംതിങ് അബൌട്ട് ഇറ്റ്. ആൻഡ് അത് പിന്നെ അക്കഡമിക്കായിട്ട് പഠിക്കുകയും പിന്നെ യു ഡിഡ് യുവർ PhD. ആൻഡ് ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ് മാം ദാറ്റ് യു മെൻഷൻഡ് അന്ന് പഠിച്ചപ്പോൾ മാമിൻ്റെ തീസിസിൽ ചെയ്ത പല പ്രശ്നങ്ങളും ഇന്നും സമൂഹത്തിൽ നേരിടുന്നുവെന്ന്. മാം ഇപ്പം ഗ്ലോബൽ സ്കെയിലിൽ നിങ്ങൾ UN പോകുന്നു, നമ്മൾ ഗ്ലോബലി ഇവോൾവിങ് കോൺവെർസേഷൻസ് ഓൺ വിമൻ ആൻഡ് വിമൻ എംപവർമെൻറ്റ് നമ്മൾ പഠിക്കുന്നു. യു ആർ പാർട്ട് ഓഫ് ദോസ് കോൺവെർസേഷൻസ്. ആൻഡ് ഇന്ത്യയിലും ഈ കാലങ്ങൾ കൊണ്ട് ഓർ ദ ലാസ്റ്റ് മെനി ഇയേഴ്സ് ദറ്റ് യു ഹാവ് ബിൻ ആക്റ്റീവ്ലി ഇൻവോൾവ്ഡ്, വാട്ട് ഡു യു ഫീൽ is an area where we really need a paradigm shift from what you see? ഇതിനൊരു ഒരു റിയലായിട്ടൊരു ചേഞ്ച് വരണമെങ്കിൽ ഡെഫിനറ്റ്ലി ത്രൂ എഡ്യൂക്കേഷൻ ഉള്ളി എന്ന് വിശ്വസിക്കുന്ന ഒരു റിസർച്ചറാണ് ഞാൻ. സ്റ്റിൽ ഐ ആം ഡൂയിങ് സ്റ്റഡീസ്, ഐ ആം ഡൂയിങ് റിസർച്ച്. വാട്ട് എവർ യു വാണ്ട് ടു മേക്ക് ഇൻ സൊസൈറ്റി, വാട്ട് എവർ യു വാണ്ട് ടു ബ്രിങ് സം ചേഞ്ചസ് ഇൻ സൊസൈറ്റി, ദാറ്റ് ഷുഡ് സ്റ്റാർട്ട് വിത്ത് യുവർ എഡ്യൂക്കേഷൻ. അതാണ് ഇപ്പോൾ ഇത്ര വർഷമായിട്ട് നമ്മൾ പഠിക്കുന്നു, കുട്ടികളെ പഠിപ്പിക്കുന്നു, പക്ഷേ എന്താ നമുക്കൊരു മാറ്റം വരുന്നതിലുള്ളത്? അങ്ങനെ പഠിച്ചു, പരീക്ഷ എഴുതി, മാർക്ക് വാങ്ങിച്ചു, ജോലി കിട്ടി, നമ്മൾ നന്നായിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നതിന് അപ്പുറമായിട്ട് 40 വർഷം മുമ്പ് നമ്മൾ നേരിട്ട പ്രശ്നങ്ങൾ അതിലെ 80% ഇപ്പോഴും നമ്മുടെ പ്രശ്നങ്ങളാണ്. ഇപ്പം നമ്മൾ എല്ലാത്തിനെക്കുറിച്ചും സംസാരിക്കും. നമുക്ക് നല്ല വിദ്യാഭ്യാസം വേണം, നല്ല ജോലി വേണം, ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് സംസാരിച്ചു, കാലാവസ്ഥാ വ്യതിയാനത്തിനെ കുറിച്ച് സംസാരിച്ചു, വിമൻ 50% റിസർവേഷൻ വേണമെന്ന് സംസാരിച്ചു. ഇതെല്ലാം നമ്മൾ സംസാരിക്കുന്നു. ഇതിനൊക്കെ റിയലായിട്ട് അതിൻ്റെ ഫലം വരണമെങ്കിൽ അത് ത്രൂ എഡ്യൂക്കേഷനാണ്. അടുത്ത തലമുറയെ നിങ്ങൾ എങ്ങനെ ഗ്രൂം ചെയ്യുന്നോ, എങ്ങനെ മെൻറ്റർ ചെയ്യുന്നോ, അതാണ് നിങ്ങളുടെ ചേഞ്ച്. ഇപ്പം അങ്ങനെയാണ് ഞാൻ എഡ്യൂക്കേഷനിലേക്ക് എൻ്റെ സ്റ്റഡീസും റിസർച്ചും കൊണ്ടുപോകുന്നത്. ഇപ്പം അമ്മയെ മാത്രം പഠിപ്പിച്ചതുകൊണ്ടോ കുട്ടിയെ മാത്രം അല്ലെങ്കിൽ സമൂഹത്തിനെ പഠിപ്പിച്ചുകൊണ്ടോ നമുക്ക് ചേഞ്ച് വരുന്നില്ല. നമുക്കെല്ലാം ചെറിയ ഞാൻ എപ്പോഴും എന്നെ കാണാൻ വരുന്ന ആൾക്കാരുടെ അടുത്ത് പറയും, ഷാജഹാനാണ് താജ്മഹൽ നിർമ്മിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. എങ്ങനെ അറിഞ്ഞത്? അമ്മ പറഞ്ഞതെന്നെയാണോ അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞതെന്നെയാണോ? ത്രൂ എഡ്യൂക്കേഷൻ, ബുക്കാണ് നമ്മൾ പഠിച്ചത്. ഷാജഹാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ മുംതാസ് മഹലിൻ്റെ ഓർമ്മയ്ക്കായിട്ട് താജ്മഹൽ നിർമ്മിച്ചു എന്ന്. അതേപോലെ നിങ്ങൾക്ക് അടുത്ത ജനറേഷനോട് പറയാനുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ രാജ്യത്ത് കൊണ്ടുവരാനുള്ള ചേഞ്ചസ് 1ാം ക്ലാസ് തൊട്ട് ചെറിയ വാക്കുകളാക്കി, ചെറിയ സെൻറ്റൻസ് ആക്കി നിങ്ങൾക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുമോ? അവിടാണ് നമുക്ക് ചേഞ്ചസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആകുന്നത്. എംപവേർഡ് മീൻസ് സോഷ്യലി എംപവേർഡ് ആയിരിക്കണം, എഡ്യൂക്കേഷണലി എംപവേർഡ് ആയിരിക്കണം, ഈക്വലി പൊളിറ്റിക്കലി എംപവേർഡ് ആയിരിക്കണം. നമ്മളിപ്പോൾ നമ്മുടെ രാജ്യം, നമ്മുടെ കേരളം, നമ്മുടെ രാജ്യം എന്നുള്ളത് മറന്ന് ലോകത്തെക്കുറിച്ച് ഗ്ലോബലി നമ്മൾ തിങ്ക് ചെയ്യേണ്ട സമയമാണ്. ഇപ്പം നമ്മൾ വാറിനെ കുറിച്ച് പറയുന്നു. ഇപ്പം ഇസ്രായേൽ, ഉക്രൈൻ, ഒരുപാട് യുദ്ധം നമ്മൾ കണ്ടു. ഇതൊക്കെ ഈ യുദ്ധം നമുക്ക് ആവശ്യമില്ലാത്തതാണെന്ന് അടുത്ത ജനറേഷൻ മനസ്സിലാകണമെങ്കിൽ നിങ്ങളുടെ കുട്ടി ഇന്ത്യയിൽ ജീവിക്കുന്ന കുട്ടിയും പാകിസ്ഥാനിൽ ജീവിക്കുന്ന കുട്ടിയും ഉക്രൈനിൽ ജീവിക്കുന്ന കുട്ടിയും ഒരുപോലെ മനസ്സിലാക്കണം, യുദ്ധം നമുക്ക് ആവശ്യമില്ല. അവിടാണ് നമ്മൾ ചേഞ്ചസ് കൊണ്ടുവരുന്നത്. ആ ചേഞ്ചസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം മാറണം, നമ്മുടെ കരിക്കുലം മാറണം, നമ്മുടെ സിലബസ് നമ്മൾ റിവൈസ് ചെയ്യണം, അല്ലെങ്കിൽ മാറ്റി എഴുതണം. നമ്മൾ ആ ടോട്ടൽ എഡ്യൂക്കേഷൻ സിസ്റ്റം മാറ്റി എഴുതാൻ എന്നാണോ നമ്മുടെ സമൂഹം, എന്നാണോ നമ്മുടെ ഗവൺമെൻറ്, എന്നാണോ നമ്മൾ റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള കമ്മ്യൂണിറ്റി തീരുമാനിക്കുന്നത്, അപ്പോഴാണ് ചേഞ്ചസ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. ആ ചേഞ്ചസ് എഡ്യൂക്കേഷനിൽ കൂടെ കൊണ്ടുവരുമ്പം തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമായിട്ടുള്ള ചേഞ്ചസ് നമ്മുടെ സമൂഹത്തിൽ വരും. ദാറ്റ്സ് റിയലി മാം പറഞ്ഞ തോട്ട് ഇസ് ക്വൈറ്റ് ഒരു
ഒരു ബിഗ് കോൾ ഫോർ ചേഞ്ച് ആണ് നമ്മളവിടെ കാണുന്നത് ഫ്രം വാട്ട് യു ആർ സേയിങ്. മാം, ഇവിടെ നമ്മൾ സംസാരിച്ചപ്പം മാം ഉണ്ടായിരുന്നു, യു ഹാഡ് ഡൺ a research across India, studying, traveling across different schools across India, and you had mentioned to me, and when we discussed, you mentioned how that was one of your inspirations to what you later brought into your school. Appam, I see your conviction of education as a vehicle for change and your active participation in that area. What is it that you feel, ഒരു പാരൻ്റ് എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ആസ് എൻ അതർ പാർട്ടിസിപ്പേറ്റീവ് സിറ്റിസൺ, what is it that how is it that we need to look at education differently today? What do you feel is that maybe the major perspective shift that Yes, for the we as a future. society at large need to have towards education? ഓക്കെ, ദാറ്റ്സ് ട്രൂ നവീൻ. എനിക്ക് അങ്ങനെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം പഠിക്കാൻ തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 1998 ഞാൻ വിമൻ എംപവർമെൻറ്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ ഓഫ് ഇന്ത്യ എന്ന ഓർഗനൈസേഷൻ രജിസ്റ്റർ ചെയ്ത് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കുറേ സ്റ്റഡീസൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെ സ്റ്റഡി ചെയ്ത് ആ സമയത്താണ് കേരളത്തിൽ ഡി പി പി സിസ്റ്റം ഉണ്ടായിരുന്നു. ഡി പി പി സിസ്റ്റം വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൽ ഒരു സ്റ്റഡി എന്ന് പറയുന്നത് ഫങ്ഷണൽ എഫിഷ്യൻസി ഓഫ് ഡി പി പി സ്കൂൾസ് ഇൻ കേരള എന്നായിരുന്നു. അത് കേരള ഗവൺമെൻറ് അത് WH ആണ് ഏൽപ്പിച്ചത് ഈ സ്റ്റഡി ചെയ്ത് കൊടുക്കാൻ. അങ്ങനെ കേരളത്തിലെ പാറശാല തൊട്ട് കാസർഗോഡ് വരെയുള്ള സ്കൂൾസ് റാൻഡം സാമ്പിൾ എടുത്ത് പഠിച്ചു. അങ്ങനെ ഫങ്ഷണൽ എഫിഷ്യൻസി ഓഫ് ഡി പി പി സ്കൂൾസ് എന്നുള്ള സ്റ്റഡി ചെയ്ത് കൊടുത്തു. പല ജില്ലയിലും റിസർച്ചേഴ്സൊക്കെ പോകുമ്പം ഞാനും ഒരു ക്രോസ് ചെക്കിങ്ങിനൊക്കെ പോകും. അപ്പോൾ ഞാൻ കാസർഗോഡ് എല്ലാ ജില്ലയിലും ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് സ്കൂൾസ് കണ്ടിട്ടുണ്ട്, സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റഡി വളരെ നല്ലതാണ്. കാസർഗോഡ് ഒരു സ്കൂളിൽ ചെന്നപ്പോഴാണ് നന്നായിട്ട് ഒരു ക്ലാസ്സിൽ 4, 5, 6 കുട്ടികളുണ്ട്. മലയാളം എഴുതാനും വായിക്കാനും അറിയത്തില്ല, പക്ഷെ അവർ നല്ലോണം ചിത്രം വരയ്ക്കും, നല്ലോണം പാട്ട് പാടും. അപ്പോൾ ലേണിംഗ് എന്ന് പറയുന്ന സ്കില്ലിനപ്പുറമായിട്ട് റൈറ്റിംഗ് ഒരു പക്ഷെ അവർക്ക് അറിയുന്നില്ലായിരിക്കും, അതിനപ്പുറമുള്ള സ്കിൽസ് കുട്ടികൾ കൊണ്ടു എന്നുള്ളതാണ്. അവർ നന്നായിട്ട് ചിത്രം വരയ്ക്കും, നന്നായിട്ട് പാട്ട് പാടും. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഒരു കുട്ടി എന്നെ സുഗതകുമാർ ടീച്ചറിൻ്റെ ഒരു കവിത പാടി കേൾപ്പിച്ചത് ഓർമ്മയുണ്ട്. ടീച്ചർ പോലും ഇത്ര നന്നായിട്ട് പാടി കാണത്തില്ല. ഐ വാസ് സോ ഇംപ്രസ്ഡ്. അവൻ വളരെ ക്യാഷ്വലായിട്ട് പാട്ട് പാടുവാണ്. അപ്പോൾ ആ സ്റ്റഡി ചെയ്ത് ഗവൺമെൻറ് റിപ്പോർട്ട് കൊടുത്തപ്പോൾ എനിക്ക് ബേസിക്കലി ഞാൻ റിസർച്ചർ തന്നെയാണ്, എനിക്ക് മനസ്സിലായി ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം വളരെ നല്ലതായിരുന്നു, ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് പഠിച്ചാലെന്നു. അപ്പം ഞാനതിന് ഐ ഡിഡ് മൈ MEd B.Ed ആൻഡ് ഓൾ. അപ്പോൾ ക്വാളിഫൈഡ് ആണ്. അപ്പം ഞാൻ ഐ സ്റ്റാർട്ടഡ് മൈ റിസർച്ച് ഇൻ ദി ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ. പാർട്ട് ഓഫ് ദാറ്റ് ഞാൻ ഇന്ത്യയിൽ ഒരുപാട് സ്ഥലത്ത് യാത്ര ചെയ്തു. വലിയ സ്കൂളുകൾ, ചെറിയ സ്കൂളുകളെല്ലാം ഞാൻ കണ്ടു, പഠിച്ചു. അവരുടെ സ്റ്റഡി, അവരുടെ ആ സിസ്റ്റം എല്ലാം പഠിക്കുകയാണ്. എൻഡ് ഓഫ് ദ ഡേ ഞാൻ വരുന്നത് ഋഷി വാലി സ്കൂളിലാണ്. നമുക്കറിയാം ജിദ്ദു കൃഷ്ണമൂർത്തി ഫൗണ്ടേഷൻ സ്കൂൾ ഋഷി വാലി. അദ്ദേഹത്തിന് 4-5 സ്കൂൾ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്, KFI ഫൗണ്ടേഷൻ്റെ. അപ്പം ഞാൻ ആന്ധ്രയിൽ ചെന്നൈയുടെ ആന്ധ്രയുടെ ബോർഡറാണ് ഋഷി വാലി. അവിടെ പോയി, അവിടെ കുറച്ച് ദിവസം താമസിച്ചു, അവിടുത്തെ സിസ്റ്റം പഠിച്ചു. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, അവിടുത്തെ സിസ്റ്റം എല്ലാം വളരെ ഇഷ്ടപ്പെട്ടു. കുട്ടികളെ പഠിപ്പിക്കുന്നത് ഒക്കെ അതാണ്. എനിക്ക് അവിടുന്ന് എൻ്റെ ആദ്യത്തെ പ്രിൻസിപ്പൽ അവിടെ തന്നെ ഉള്ളൊരു ഡോക്ടർ ലീല റാവു മാഡം ആയിരുന്നു എൻ്റെ ആദ്യത്തെ പ്രിൻസിപ്പൽ എൻ്റെ സ്കൂളിൻ്റെ. അപ്പോൾ എനിക്ക് പഠിച്ചപ്പോൾ മനസ്സിലായി, ഞാൻ 2-3 കാര്യങ്ങളിൽ എനിക്ക് വളരെ കൺവിൻസ്ഡായി. ഒന്നെന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ചിൽഡ്രൻ ക്ലാസ്സിൽ കൂടുന്നത് കൊണ്ടാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇഫക്റ്റീവ് ആകാത്തത്. ഒന്നാമത് മനസ്സിലായി. രണ്ടാമത് മനസ്സിലായ കാര്യം അറ്റൻഷൻ. കുഞ്ഞുങ്ങളിലുള്ള എസ്പെഷ്യലി ചെറിയ കുട്ടികൾക്ക്, നമ്മൾ ഏത് കുട്ടിക്കാണെങ്കിലും ആഫ്റ്റർ ഓൾ 14-15 വയസ്സാകുമ്പോൾ അവർ 10ാം ക്ലാസ് എത്തും, അവർക്കെല്ലാം വേണ്ടുന്നൊരു കാര്യം അറ്റൻഷനാണ്. ആ അറ്റൻഷൻ പ്രോപ്പറായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ലയോ എന്നുള്ളതാണ് പ്രധാന കാര്യം. മൂന്നാമതായിട്ട് നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ കണ്ടൻറ്റ് കുട്ടികൾക്ക് അതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാകുന്നോ ഇല്ലയോ എന്നുള്ളത് അടുത്ത വിഷയം.
വിഷയമാണ്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായിട്ടാണ് ഞാൻ 2004 സന്ദീപിനി സ്കൂൾ തുടങ്ങുന്നത്. അപ്പോൾ നമ്മുടെ തുടങ്ങുമ്പം തന്നെ നമ്മുടെ പോളിസി തന്നെ ഒരു ക്ലാസ്സിൽ മാക്സിമം 15 കുട്ടികളിൽ കൂടുതൽ പാടില്ല എന്നുള്ളതാണ്. അപ്പം നമ്പർ ഓഫ് ചിൽഡ്രൻ ഇപ്പം 50 കുട്ടികൾ നമ്മുടെ ഒരു കുഞ്ഞു ക്ലാസ് ഇപ്പം നവീൻ അറിയാം 1ാം ക്ലാസ്സിലേക്ക് So one major challenge that children are facing today is that ചിലപ്പോൾ LKG UKG പഠിക്കാതെ 1ാം ക്ലാസ്സിൽ വരും. നമ്മുടെ പട്ടണത്തിലൊക്കെ എല്ലാവരും പഠിച്ചു വരും. നമ്മൾ കുറച്ച് ഗ്രാമപ്രദേശത്ത് പോലെ അംഗൻവാടി പഠിച്ചിട്ടാണ് 1ാം ക്ലാസ്സിലേക്ക് വരുന്നത്. അപ്പോൾ LKG വന്നാലും UKG വന്നാലും 1ാം ക്ലാസ്സിൽ വരുന്നാലും നമ്മൾ കുട്ടികൾക്ക് സ്കൂളിംഗ് എന്ന് പറഞ്ഞ് നമ്മുടെ സ്കൂളിലേക്ക് വരുമ്പോൾ ഒരു വലിയ ക്രൗഡിൽ കൊണ്ട് 50-60 കുട്ടികളുള്ള ക്ലാസ്സിലാണ് കുഞ്ഞുങ്ങളെ അഡ്മിറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കുക അവർക്ക് എത്ര അറ്റൻഷൻ കിട്ടും. ഒരു കുട്ടി അവൻ്റെ തനതായ ഒരു ശൈലിയിൽ വളരണമെങ്കിൽ, ഒരു ക്രിയേറ്റീവായിട്ട് വളരണമെങ്കിൽ തീർച്ചയായിട്ടും കുട്ടിക്ക് അറ്റൻഷൻ കൊടുക്കണം. ഒരു കുഞ്ഞിനെ ഒരു മൂലയിലിട്ടപ്പോഴേക്കും കഞ്ഞി ആഹാരം കൊടുത്ത് ഇട്ടിരിക്കുന്ന കുഞ്ഞിന് നമുക്ക് ഒരിക്കലും അവർക്കൊരു ക്രിയേറ്റിവിറ്റി ഉണ്ടാകത്തില്ല. അപ്പം നമ്മൾ കുട്ടികൾക്ക് നമുക്ക് നല്ലതായിട്ട് അറ്റൻഷൻ കൊടുത്ത് പലതിനെക്കുറിച്ച് അവരെ പറഞ്ഞ് മനസ്സിലാക്കി 60 പിള്ളേരുള്ള ക്ലാസ്സിൽ പറഞ്ഞ് മനസ്സിലാക്കുന്നതും 15-20 കുട്ടികളുള്ള ക്ലാസ്സിൽ പറഞ്ഞ് മനസ്സിലാക്കുന്നതും ഓരോ കുഞ്ഞിനെയും പേര് വിളിച്ച് പറയുന്നതും എന്താ നിൻ്റെ മുഖം അല്ലാതിരിക്കുന്നത്, ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേ, വാട്ട് ഹാപ്പൻ ടു യു എന്നൊരു ടീച്ചർ ചോദിക്കുന്നതും നമ്മൾ ടീച്ചർ ഭയങ്കര സീരിയസ് ആയിട്ട് ക്ലാസ്സിൽ വരിക 60 പിള്ളേരെ നോക്കണം എന്നുള്ള ആ ഒരു ടെൻഷനാണ് ടീച്ചറിന്. അതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതിനകത്ത് റീഡിഫൈൻ ചെയ്യേണ്ട സമയമായി എന്നുള്ളതാണ് നമ്മുടെ സ്റ്റഡീസിൽ മനസ്സിലാവുന്നത്. നമ്മൾ അറ്റൻഷൻ കൊടുക്കുക, അവർക്ക് ക്ലാരിറ്റിയോടുകൂടി പഠിപ്പിക്കുക. ഇതൊക്കെയാണ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ. എന്താണ് നവീൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് എഡ്യൂക്കേഷനാണ്. ഇപ്പോൾ എന്നോട് പലരും ചോദിച്ചു എന്താണ് മാഡം നിങ്ങളുടെ സ്കൂളിൽ സന്ദീപിനി എന്ന് പേരിട്ട് എന്താണെന്ന് ചോദിച്ചു. അതൊരു റിലീജിയസ് നെയിമാണല്ലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു റിലീജിയസ് നെയിം എന്നുള്ളത് മറക്കോ. ഇപ്പം നമുക്ക് അതിനപ്പുറം സന്ദീപിനി എന്ന് പറഞ്ഞാൽ ഒരു ഗുരുകുലത്തിൻ്റെ പേരാണ്. റിലീജിയൻ നിങ്ങൾ പറയുന്നത് ഒരു ഗുരുകുലത്തിൻ്റെ പേരാണ്. ഗുരുകുലം എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ എഡ്യൂക്കേഷന് ബൗണ്ടറി ഇല്ല. സിലബസ് ഇല്ല, കരിക്കുലം ഇല്ല, ഒന്നുമില്ല. പല ടീച്ചേഴ്സ് മാറി മാറി വരുന്നില്ല പഠിപ്പിക്കാൻ. അതാണ് ഗുരുകുല. ബൗണ്ടറി ഇല്ലാതെ പഠിക്കുന്ന എഡ്യൂക്കേഷൻ, അതാണ് ലൈഫ് ലോങ് ലേണിംഗ്. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് ലേണിംഗ് ആണ്. അതാണ് നമ്മൾ 21st സെഞ്ച്വറി കൊണ്ടുവരേണ്ടത്. ലൈഫ് ലോങ് ലേണിംഗ്. അവിടെ ബൗണ്ടറി ഇല്ല എഡ്യൂക്കേഷന്. ഇന്ന് പഠിക്കുന്ന കാര്യം ഈ ലൈഫ് ലോങ് നമ്മുടെ കൂടെ ഇരിക്കണം. അങ്ങനെ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ സാധിക്കുമോ? അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെയാണ് നെക്സ്റ്റ് ജനറേഷൻ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത്. 50 കുട്ടികൾ കൂടും, 60 കുട്ടികളുടെ കൂടെ ഇരുന്ന് സിലബസ് ഇങ്ങനെ കാണാതെ പഠിച്ച് പരീക്ഷ എഴുതി മാർക്ക് വാങ്ങിക്കുന്ന സിസ്റ്റം നമ്മൾ പേരൻസും സ്കൂളും എല്ലാം മറക്കണം. അതിനപ്പുറം എങ്ങനെ ലൈഫ് ലോങ് ലേണിംഗ് നമുക്ക് കുട്ടികളിൽ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യം വളരെ ക്ലാരിറ്റിയോട് മനസ്സിലാക്കുമ്പം എഡ്യൂക്കേഷൻ സ്ട്രെസ് ഫ്രീ ആവും. സ്ട്രെസ് ഫ്രീ എന്ന് പറഞ്ഞാൽ സന്ദീപിനി സ്കൂളിന് മാത്രമല്ല, എല്ലാ സ്കൂളിലും സ്ട്രെസ് ഫ്രീ ആവാം. സ്ട്രെസ് ഫ്രീ സ്കൂളാവണം. സ്ട്രെസ് ഫ്രീ എന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് ലേണിംഗ് ആണ്. ലൈഫ് ലോങ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഇന്ന് പഠിപ്പിക്കുന്ന കാര്യം അവർ ജീവിതം മൊത്തം ഓർത്തിരിക്കണം. അതാണ് 21st സെഞ്ച്വറി എഡ്യൂക്കേഷൻ. ആ എഡ്യൂക്കേഷനെയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യാനാണ് ഞാൻ ഈ വിസിറ്റ് ചെയ്തപ്പോഴും റിസർച്ച് ചെയ്തപ്പോഴും പഠിച്ചത്. പലവർക്കും ഒരു ചില അഭിപ്രായങ്ങൾ നമ്മൾ കാണാറുണ്ട്. അതായത് കുട്ടികൾ നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരു സാഗരം പോലത്തെ ഒരു സമൂഹത്തിലേക്കല്ലേ നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലെ ബുദ്ധിമുട്ടുകളെല്ലാം അനുഭവിച്ച് പഠിക്കണം. അതുകൊണ്ട് വലിയ ക്ലാസ്സുകളിലായിരിക്കണം, അല്ലെങ്കിൽ ഒരു ബിഗ് ഗ്രൂപ്പിലാകുമ്പോൾ അവർ അത് അനുഭവിച്ച് പഠിച്ചോളും എന്നൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ദർ ഇസ് എ വ്യൂ പോയിൻ്റ് ദാറ്റ് സെസ് പിള്ളേർ അങ്ങനെ ഉള്ള എൻവയറമെൻറ്റുകളിൽ ആകുമ്പോൾ അവർക്ക് അത് ഫേസ് ചെയ്യാനുള്ള, നേരിടാനുള്ള ശക്തി അവർ വരും, അവർക്ക് ആൾക്കാരായിട്ട് ഡീൽ ചെയ്യാനുള്ളത് വരും. അപ്പം മാം പറഞ്ഞായിരുന്നു നമ്മൾ അറ്റൻഷൻ എന്നുള്ളൊരു ഇസ് ഇമ്പോർട്ടൻറ്റ് ഫോർ നമ്മൾ പിള്ളേർക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കാൻ പറ്റണം. അപ്പം ഈ 2 തോട്ട്സും ഒരു സ്ലൈറ്റ്ലി കോൺട്രഡിക്ടറി ആയ 2 വ്യൂ പോയിൻറ്റ്സ് ആയിട്ട് വരുമ്പോൾ ഇവിടെ വരുന്ന വാട്ട് ഈസ് ഇറ്റ് ദറ്റ് യു ഫീൽ വി ആർ മിസ്സിങ് ടു സീ? ആക്ച്വലി അതൊരു മിത്താണ്.
എഡ്യൂക്കേഷൻ നമുക്കൊരുപാട് മിസ്കൺസെപ്ഷൻസ് ഉണ്ട്. അതിൽ ഒരു മിസ്കൺസെപ്ഷനാണ് നവീൻ ഇപ്പം പറഞ്ഞത്. വലിയ ഗ്രൂപ്പിൽ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വലിയ ഗ്രൂപ്പിലേക്ക് പോകുമ്പം അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. നവീൻ, ഐ ടെൽ യു, ഒരു റിസർച്ചും അങ്ങനെ തെളിയിച്ചിട്ടില്ല. ഒരു സ്റ്റഡീസും ഇന്ന് വരെ വലിയ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് സമൂഹത്തിൽ ഏത് പ്രോബ്ലം ഫേസ് ചെയ്യാൻ പറ്റുന്നതെന്നൊന്നും ഒരു സ്റ്റഡീസും തെളിയിച്ചിട്ടില്ല. ഇത് നമ്മൾ തന്നെ നമ്മുടെ ജസ്റ്റിഫിക്കേഷനാണ്. ഇപ്പം സന്ദീപിനി സ്കൂളിനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, സന്ദീപിനി സ്കൂളിൽ 15 കുട്ടികളിൽ കൂടുതൽ ഒരു ക്ലാസ്സിലുള്ള ചരിത്രമേ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ സ്കൂളിൽ നിന്ന് പോകുന്ന കുട്ടികൾ ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ് 11 12 വലിയ സ്കൂളിലേക്കാണ് പോകുന്നത്. അവിടെ ചെല്ലുമ്പം അവർക്ക് സമൂഹത്തെ ഫേസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. കാരണം ഈ 150 കുട്ടികളുടെ ഇടയിൽ അസംബ്ലി നടത്തും, അവർ എല്ലാ കാര്യത്തിനും അവർ സംസാരിക്കും, എസ്റ്റബ്ർ ചെയ്യും. അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല ക്രൗഡിനെ ഫേസ് ചെയ്യാൻ. ഇപ്പോൾ ഒരു വലിയ സ്കൂളിൽ 2000 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ എത്ര പേർക്ക് അസംബ്ലി ലീഡ് ചെയ്യാനുള്ള അവസരം കിട്ടും? യു ഇമാജിൻ, എത്ര പേർക്ക് എല്ലാ സ്പോർട്സ് ആക്ടിവിറ്റിയിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടും? എത്ര കുട്ടികൾക്ക് ആർട്ട് ഡേക്ക് എല്ലാ കുട്ടികൾക്കും ആർട്ട് മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം കിട്ടും? ഒരു കാരണവശാലും 2000 കുട്ടികൾ, 1000 കുട്ടികൾ, അതിൽ കൂടിയ കുട്ടികളുള്ള സ്കൂളിൽ ഒരിക്കലും അവസരം കിട്ടത്തില്ല. അവർ കാണികളായിട്ടൊരു മൂലയിൽ ഇരിക്കത്തേ ഉള്ളൂ. അവർക്ക് പാർട്ടിസിപ്പേഷൻ ഇല്ല. നമ്പർ കുറഞ്ഞ സ്കൂളിൽ കുട്ടികൾക്ക് എല്ലാ ആക്ടിവിറ്റീസിലും അവർ പങ്കെടുക്കുകയാണ്. ഇതൊരു റെസിറ്റേഷൻ കോമ്പറ്റീഷൻ ഉണ്ടെന്നാൽ കുട്ടികൾ റെഡിയായി റെസിറ്റേഷനിൽ പങ്കെടുക്കുക. എല്ലാവരുടെ മുഖത്ത് നോക്കി അവർ സംസാരിക്കാൻ പഠിക്കും. ബിക്കോസ് എവറി ഡേ ആ ട്രെയിനിങ്ങാണ് സ്കൂളുകളിൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഏത് ബിഗ് സമൂഹത്തിൽ പോയാലും അവർക്ക് നന്നായിട്ട് ചലഞ്ചസിനെ ഫേസ് ചെയ്യാൻ അവർ പഠിക്കും. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ പഠിക്കും. അതാണ് ചരിത്രം പ്രൂവ് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം നമ്മുടെ സൗകര്യം അനുസരിച്ച് നമ്മൾ മിസ്കൺസെപ്ഷൻസാണ്, നമുക്ക് മിത്താണ്. ഇതാണ് മാറ്റി എഴുതാനുള്ളത്. ഈ എഡ്യൂക്കേഷനെ കുറിച്ചുള്ള മിസ്കൺസെപ്ഷൻസ് എന്ന് നമ്മുടെ രാജ്യത്ത് നിന്ന് മാറുന്നോ അന്ന് മാത്രമേ നമ്മളെ എഡ്യൂക്കേഷൻ പെർഫെക്റ്റ് ആകത്തുള്ളൂ എന്നുള്ളതാണ്. നവീൻ അറിയാമോ, ഇന്ത്യയിൽ മാത്രമാണ് ഇത്രയും കുട്ടികളെ പഠിപ്പിക്കുന്ന സ്കൂളുള്ളത്. യു ഗോ ടു അതർ കൺട്രീസ്, ഒരു രാജ്യത്തും ഇത്രയും കൂടുതൽ കുട്ടികളെ പഠിപ്പിക്കുന്ന സ്കൂളില്ല എന്നുള്ളതാണ്. ഒരു സ്കൂൾ ഞാൻ വിസിറ്റ് ചെയ്തു. ഞാനിങ്ങനെ ഈ യുഎന്നിൽ പോകുമ്പോൾ അതിൻ്റെതായ റിലേറ്റ് ചെയ്ത് കുറേ രാജ്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്യുമ്പം ഒരു സ്കൂളോ യൂറോപ്പിലുള്ള ഒരു സ്കൂളിൽ പോകുമ്പോൾ എന്താ കാണുന്നതെന്ന് വെച്ചാൽ, കുട്ടികളെ കൊണ്ടുവിടുകയാണ്. ഒരു ടീച്ചർ ഫ്രണ്ടിലൊരു പോഡിയം പോലെ ഇട്ട് നിൽക്കുകയാണ്. അവിടെ നിന്നിട്ട് എഴുതുകയാണ്. ഒരു കുട്ടി വന്നു, ആ കുട്ടിയുടെ പേര് ക്ലാര ഇവിടെ എഴുതി. അപ്പോൾ യു സീ ദ അറ്റൻഷൻ ദേ ക്യാൻ ഗിവ് ഇറ്റ് ടു ദി ചൈൽഡ്. വന്നപ്പോൾ ആര് കൊണ്ടുവിട്ടു? മോമാണ്, മോമ് കൊണ്ടുവിട്ടു, കുഞ്ഞിനെ കൊണ്ടുവിട്ടു. അപ്പോൾ വൈകിട്ട് അതുപോലെ ആ കുഞ്ഞിനെ ടിക്ക് ചെയ്ത് വണ്ടി കയറ്റ്. ഇന്ത്യയിൽ ഒരു സ്കൂളിന് അങ്ങനെ പറ്റുമോ? ഏത് സ്കൂളിന് പറ്റും? അത് എന്താ പറ്റാത്തത്? യുവർ സ്ട്രെങ്ത് ഈസ് 2000 or 1000. യു കനോട്ട് ഡൂ ദാറ്റ്. എവിടെയാണ് അറ്റൻഷൻ കൊടുക്കാൻ പറ്റുന്നത്? ആ കുട്ടിക്ക് കൊടുക്കുന്ന അറ്റൻഷൻ എവിടെ നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ദേ ആർ സേഫ്, മെൻ്റലി സേഫാണ്. അമ്മ മെൻ്റലി സ്ട്രേഫാണ്, അപ്പോൾ അമ്മ സ്ട്രെസ് ഫ്രീ ആണ്. കുഞ്ഞ് ഭയങ്കര ഹാപ്പിയാണ്, സ്ട്രെസ് ഇല്ലാതെ സ്കൂളിൽ വന്നു, ഗുഡ് മോർണിംഗ് പറഞ്ഞ് അകത്ത് കൊണ്ടുപോയി. സ്കൂളിൽ എത്ര കുട്ടികൾ വന്നു എന്ന് ഏതെങ്കിലും സ്കൂളിന് അറിയാമോ? വലിയ സ്കൂളിന് അറിയാമോ? നമ്മൾ വലിയ സ്കൂളിനെ കുറ്റം പറയുമൊന്നുമല്ല. ദാറ്റ് ഈസ് നമുക്കതും വേണം. ഇന്ത്യ പോലെ 150 കോടി ജനങ്ങളുള്ള ഈ രാജ്യത്ത് അതും ആവശ്യമാണ്. ബട്ട് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് നടത്താനുള്ള ഒരു പ്രസ്ഥാനം അല്ല എന്ന് നമ്മളിന്ന് റിയലൈസ് ചെയ്യണം. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അടുത്ത ജനറേഷന് പ്രയോജനപ്പെടുന്നതാണ്. അതനുസരിച്ച് എങ്ങനെ നമുക്ക് സ്കൂളുകൾ നടത്താം, കോളേജ് നടത്താമെന്ന് ആലോചിക്കേണ്ട സമയം ഇപ്പോൾ തന്നെ അതിക്രമിച്ചിരിക്കുകയാണ്. സോ മാം പറയുന്ന വൺ ഏരിയ ഇസ് when our numbers are smaller. ഈ നമ്മൾ പറയുന്ന മിത്തിൻ്റെ ബസ്റ്റ് ചെയ്യുന്ന വൺ ഓഫ് ദ പെർസ്പെക്റ്റീവ്സ് ഇസ് ഓപ്പർച്യൂണിറ്റീസ്. ആഡിക്വേറ്റ് ഓപ്പർച്യൂണിറ്റീസ് പിള്ളേർക്ക് കുറേ കൂടെ കിട്ടുന്നത് കൊണ്ട് ദേ ആർ സ്കിൽഡ് ടു ബി ഏബിൾ ടു ഫേസ് ദ വേൾഡ്. വേറെ ഒന്ന് മാം പറഞ്ഞത്, അറ്റൻഷൻ കൊടുക്കാൻ പറ്റുന്നത് വച്ച് പേരൻ്റ് ആയാലും കൊച്ചിനും അവരെ സ്ട്രെസ്സ്, അവരെ ഫീലിങ്സ് ആർ റെപ്രസെൻറ്റഡ്. അതുകൊണ്ട് ദേ ആർ മോർ സ്ട്രെസ് ഫ്രീ ഇൻ ദി ലേണിംഗ് എൻവയറൺമെൻറ്റ്. They get all opportunities. അവർക്ക് ഓപ്പർച്യൂണിറ്റീസ്. നമ്മൾ ഈ അറ്റൻഷൻ പിള്ളേർക്ക് കൊടുക്കുന്ന ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ എഡ്യൂക്കേറ്റേഴ്സ് ആയാലും പേരൻസ് ആയാലും എല്ലാം നമ്മൾ
attention is something, even as adults, psychologically, we want attention, right? If we go a little bit in here, we talk about childhood, right? നമ്മൾ യൂത്ത് വരെയോ ചൈൽഡ്ഹുഡ് ഒരു ആസ് എ സ്പെക്ട്രം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അറ്റൻഷൻ എന്ന് പറയുന്നതിൽ വാട്ട്സ് ദ ബാലൻസ് ബിറ്റ്വീൻ കൺട്രോൾ വേഴ്സസ് അറ്റൻഷൻ ഇൻ ഇറ്റ്സ് ട്രൂ empowering sense? ആക്ച്വലി അത് കൺട്രോൾ എന്ന് പറയാം, അറ്റൻഷൻ കൊടുത്താൽ കൺട്രോൾ അത് ദർ ഈസ് അനദർ മിത്ത് ഇൻ അവർ സൊസൈറ്റി. ഇപ്പോൾ 60 പോട്ടെ 40 കുട്ടികളുള്ള ക്ലാസ് എന്ന് വിചാരിച്ചു, ലാസ്റ്റ് ബെഞ്ചിൽ ഇരിക്കുന്ന കുട്ടികളുണ്ട്, അവരെന്ത് ചെയ്തു എന്നൊന്ന് എങ്ങനെ ഇവിടെ ഇരിക്കുന്ന ടീച്ചർ കൺട്രോൾ ചെയ്യും അവരെ? ഈ 30 കുട്ടികൾ കഴിഞ്ഞു, അവസാനത്തെ ബെഞ്ചിൽ 5 കുട്ടികൾ ഇരിക്കണം, അവർക്ക് എങ്ങനെ അറ്റൻഷൻ ഇവിടുന്ന് പോകും? എങ്ങനെ അറ്റൻഷൻ കൊടുക്കാൻ പറ്റും? അവർ മൊബൈൽ നോക്കും. മൊബൈൽ നോക്കുമ്പോൾ നമുക്ക് ടീച്ചറിന് ചെല്ലാൻ പറ്റത്തില്ല, ടീച്ചറിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ച് നോക്കി ചിരിക്കുന്ന സ്കൂളുകളുണ്ട്, ക്ലാസ്സുകളുണ്ട്. അപ്പോൾ നമുക്ക് അറ്റൻഷൻ എന്ന് പറയുന്നത് സ്നേഹത്തോടെ അവരെ പിടിച്ചിരുത്തി പഠിപ്പിക്കാൻ പറ്റുന്നതാണ് അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ. നമുക്ക് 15 കുട്ടികളേ ഉള്ളൂ, ഒരാളങ്ങോട്ട് നോക്കുക, എന്താണ് ജൂലി എന്താ തിരിച്ചു നോക്കുന്നത്, അവിടെ എന്താ സംഭവം, എന്താണ് ഇങ്ങോട്ട് നോക്കൂ, ആറോൺ വേർ ആർ യു നൗ, യു ലുക്ക് അറ്റ് മീ എന്നൊരു ടീച്ചർ പേര് വിളിച്ച് അവർ അറ്റൻഷൻ പോകുമ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയ ക്ലാസ് റൂമും 40-50 കുട്ടികളിരിക്കുന്ന ക്ലാസ് റൂമും തമ്മിൽ നമുക്ക് ഒരിക്കലും ഇറ്റ് ഈസ് അൺകമ്പയറബിൾ. ഇറ്റ് ഈസ് ഓൺലി എ മിത്ത് ഇൻ ദിസ് ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ ദാറ്റ് കൺട്രോള് നമുക്ക് അറ്റൻഷനും തമ്മിൽ ബന്ധമുണ്ടെന്ന് ഇല്ല, ഒരു കാര്യമില്ല. ഇതെല്ലാം നമ്മുടെ സൗകര്യത്തിന് വേണ്ടി വി ഫൈൻഡ് ഔട്ട് സർട്ടൻ മെഷേഴ്സ് ടു curtail the beauty of education, അതാണ് ഇവിടെ നടക്കുന്നത്. അതർവൈസ് ഈ ഒരു റൗണ്ടായിട്ട് സെമി സർക്കിളായിട്ട് 15 കുട്ടിയും ഒരു ടീച്ചറും ഇരുന്ന് ടീച്ചർ നിന്ന് കാലൊന്നും കഴിയും ഇരുന്നുകൊണ്ട് തന്നെ ചിരിച്ചുകൊണ്ട് സംസാരിക്കുക, ചിരിച്ചുകൊണ്ട് പഠിപ്പിക്കുക. എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായി. കോൺസെപ്റ്റ് മനസ്സിലാക്കുക. ടീച്ചർ ഷുഡ് പ്രിപ്പയർ വെല്ലി ടു അഡ്രസ് ദ സ്റ്റുഡൻസ്. ദാറ്റ് ക്ലാസ്സസ് ദാറ്റ് മേക്സ് എ ഡിഫറൻസ്. ദാറ്റ് ഈസ് ലൈഫ് ലോങ് ലേണിംഗ്. യു ക്യാൻ പ്രൊവൈഡ് the concepts, the clarity, you can give the connections, whatever you want to speak to children can connect with your daily life. അപ്പോഴാണ് ഒരു ട്രൂ ടീച്ചർ, ഒരു ട്രൂ എഡ്യൂക്കേറ്റർ ആയിട്ട് മാറുന്നത്. ഇപ്പം മാം പറഞ്ഞത് ഹൗ അറ്റൻഷൻ കൊടുക്കുക എന്ന് പറയുമ്പോൾ ആ എഡ്യൂക്കേറ്റർ കുട്ടിയായിട്ടുള്ള കണക്ഷൻ വഴി വരുന്ന ഒരു ലേണിംഗ് എൻവയറമെൻറ്റ് അല്ലേ? ഈ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആകുന്നു ഈ ഒരു കൈൻഡ് ഓഫ് ഒരു എൻവയറമെൻറ്റിൽ. വാട്ട് ആർ സം പെർസ്പെക്റ്റീവ്സ് നമ്മൾ ആസ് എ സൊസൈറ്റി there's something that needs to change in terms of women? You said ഇത്രയും വർഷമായിട്ടുള്ള വിമൻ്റെ you've not seen certain things in your thesis has not evolved. What is it that caregivers, educators, parents in connection with their children and growing youth, what is a perspective shift that will help change our view of women and their role in the country? That is also a very relevant question because നമ്മുടെ എഡ്യൂക്കേഷൻ നമ്മൾ കൊടുക്കുന്നതോടൊപ്പം എങ്ങനെ അവർക്ക് വിമനെക്കുറിച്ചുള്ള വ്യൂ മാറണം. ഓക്കെ, ട്രൂ. Why can't we include certain lessons from first standard onwards? എഡ്യൂക്കേഷനെ കുറിച്ചുള്ള, വിമനെ കുറിച്ചുള്ള. ഇപ്പം നമ്മൾ പറയണോ വയലൻസ് അഗൈൻസ്റ്റ് വിമൻ, റേപ്പ്, ഇപ്പോൾ ഭയങ്കര ഡിസ്കഷനാണ്. ഐ ഡോണ്ട് വാണ്ട് ടു അങ്ങനെ പോകണമെന്ന് ആഗ്രഹമില്ല. പക്ഷേ ഈ സംഭവം കുട്ടികളിൽ എങ്ങനെ അവയർനെസ് ഉണ്ടാക്കും എന്നുള്ളതാണ്. ദാറ്റ് ഈസ് വാട്ട് ഐ ടോൾഡ് യു ഇൻ ദ ബിഗിനിങ്. എന്ത് നമ്മൾ ചേഞ്ചസ് വേണമെന്ന് ആഗ്രഹിക്കുന്നോ ആ ചേഞ്ചസ് നമ്മൾ സ്കൂളിൽ തുടങ്ങണം. 1ാം ക്ലാസ്സിൽ നമ്മൾ പണ്ട് മലയാളം പാഠത്തിലുണ്ട് അമ്മ ആരാണെന്ന് പഠിപ്പിക്കും, ചേച്ചി ആരാണെന്ന് പഠിപ്പിക്കും. നമ്മൾ 2ാം ക്ലാസ്സിൽ കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള കാര്യം നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകളെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അവിടുന്ന് പടിപടിയായിട്ട് സമൂഹത്തിൽ. ഈ അടുത്ത കാലത്ത് ഞാൻ ലക്ഷ്മിയൻ മേനോൻ്റെ ഒരു ബർത്ത് ആനിവേഴ്സറി എൻ്റെ ഒരു ടോക്കിന് പോയിരുന്നു. അപ്പോഴാണ് ലക്ഷ്മിയൻ മേനോൻ ഏതെല്ലാം മേഖലകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അവർ റിട്ടയർ ചെയ്ത് കേന്ദ്രമന്ത്രി രാജ്യസഭാ അംഗമായതിന് ശേഷം തിരുവനന്തപുരത്ത് വന്നതിന് ശേഷം ആൽക്കഹോളിക് സബ്സ്റ്റൻസ് അബ്യൂസിന്
വയലൻസിനെതിരെ വർക്ക് ചെയ്തതും ഈ നെയ്ബർഹുഡ് ഗ്രൂപ്പ്സൊക്കെ കേരളത്തിൽ ആദ്യമായിട്ട് സംസാരിക്കുന്ന ആൾ ലക്ഷ്മൺ മേനോനായിരുന്നു. എങ്ങനെയാണ് അവർ നെയ്ബർഹുഡ് ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്ന് അറിയാമോ? ഭയങ്കര ആൽക്കഹോളിക് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയിൽ ഹസ്ബൻഡ് കള്ളുടിച്ചിട്ട് വന്ന് ഭാര്യ അടിക്കുവാണ്. ആ ഭാര്യയ്ക്ക് ഒറ്റയ്ക്ക് എതിർക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്തു ലക്ഷ്മൺ മേനോൻ? അടുത്തുള്ള 5-6 സ്ത്രീകളെ ഒന്നിച്ചു കൂട്ടി, അടുത്തടുത്ത് നെയ്ബറിലുള്ള ഒന്നിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ഇവിടെ ഇവർ കരയുമ്പോൾ, അടിയൊടുത്ത് കരയുമ്പോൾ നിങ്ങൾ ഓടി വരണം. അപ്പോൾ 5-6 പേര് ഒന്നിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും ആൽക്കഹോളിക് ആണെങ്കിലും അദ്ദേഹത്തിന് ഒരു ഫീൽ ചെയ്യും, എല്ലാവരും ഓടി വരുന്നു. അങ്ങനെ വിമനെ സംഘടിപ്പിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഈ സംഭവം ഇങ്ങനെയുള്ള സ്ത്രീകളുടെ ഇങ്ങനെയുള്ള ഇൻസിഡൻസ് നമ്മൾ സ്കൂൾ സിലബസിൽ കരിക്കുലത്തിൻ്റെ ഭാഗമാക്കണം. നമുക്ക് എല്ലാവരും പറയും സ്ത്രീ കുടുംബത്തിൻ്റെ വിളക്കാണെന്ന്. വിളക്കാകാനുള്ള സാഹചര്യം വീടുകളിൽ കൊടുക്കണം. യു ഹാവ് ടു പ്രൊവൈഡ് ദി പ്രോപ്പർ സിറ്റുവേഷൻ ഫോർ ദ വിമൻ ടു പെർഫോം ബ്യൂട്ടിഫുള്ളി, അഫെക്ഷനേറ്റ്ലി. അങ്ങനെ കൊടുക്കുമ്പോഴാണ് നമുക്ക് ഈ എംപവർമെൻറ്റും എഡ്യൂക്കേഷനും എല്ലാം നമുക്ക് തുലനം ചെയ്ത് പോകാൻ പറ്റുന്നത്. അപ്പോൾ ചെറിയ ചെറിയ ക്ലാസ്സുകളിൽ 5-ാം ക്ലാസ്സിൽ, 8-ാം ക്ലാസ്സിൽ, 10-ാം ക്ലാസ്സിൽ കുറച്ചുകൂടെ വലിയ ആൾക്കാരെക്കുറിച്ച് നമ്മൾ സിലബസിൽ കരിക്കുലത്തിൽ കൊണ്ടുവരണം. എന്ത് ചേഞ്ചസ് വേണോ? സ്ത്രീകളെ ബഹുമാനിക്കണം, ഓക്കെ, കൊണ്ടുവന്നുള്ളൂ. ഇവിടെ ആൽക്കഹോളിസം, അബ്യൂസ്, സബ്സ്റ്റൻസ് അബ്യൂസ്, ഡ്രഗ് അബ്യൂസ്, ഇതൊക്കെ നമ്മൾ ഇപ്പം ഭയങ്കര ജാഥ നടത്തി പറയേണ്ട കാര്യമില്ല. ഇതെല്ലാം സ്കൂളിൽ കൊണ്ടുവരൂ. വാർ ആൻഡ് പീസ്, യുദ്ധവും സമാധാനത്തെക്കുറിച്ച് നമ്മൾ വിഷയം കൊണ്ടുവരും, ക്ലാസ്സിൽ പഠിപ്പിക്കൂ, മലയാളത്തിൽ പഠിപ്പിക്കാം, ഇംഗ്ലീഷ് പുസ്തകങ്ങളിൽ ഇൻക്ലൂഡ് ചെയ്യാം, ഹിസ്റ്ററി ബുക്കുകളിൽ, സയൻസിൽ, എല്ലാത്തിലും നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് പഠിപ്പിക്കാൻ പറ്റും. പക്ഷേ യു ഷുഡ് ബി എ വിഷണറി ടു ഇൻക്ലൂഡ് ദോസ് തിങ്സ് ഇൻ ദി കരിക്കുലം. ദ ഗവൺമെൻറ് ഈസ് റെഡി ടു ബ്രിങ് ദോസ് ചേഞ്ചസ് ഇൻ ദി ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ. ദേ തിങ്ക് അബൌട്ട് ഹൗ വി ക്യാൻ റിവൈസ് ദ കരിക്കുല ഇൻ എ പ്രോപ്പർ മാനർ. ഈ കരിക്കുലം എന്ന് പറയുന്നത് ഒരു ആം ചെയറിൽ ഇരുന്ന് ഉണ്ടാക്കുന്ന സാധനമല്ല. നമ്മളിപ്പോൾ കുറേ കരിക്കുലം ഉണ്ടാക്കാൻ കുറച്ച് പേർക്ക് കൊടുത്തു. ഇത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരിനെ കൊണ്ടുവന്ന് നമ്മൾ കൊണ്ടുവരേണ്ടതാണ്. ഈ 21st സെഞ്ച്വറി ലേണിംഗ് അങ്ങനെ ആകണം നവീൻ. ഇപ്പം നമ്മൾ പറയുകയാണ്, ഇപ്പോൾ എഞ്ചിനീയറിംഗ്, ഇപ്പം നവീൻ സപ്പോസ് എഞ്ചിനീയർ ആണെങ്കിൽ നവീൻ പഠിച്ച സബ്ജക്റ്റ്, എഞ്ചിനീയറിംഗ് പഠിച്ച സബ്ജക്റ്റും, നവീൻ്റെ ഫാദർ എഞ്ചിനീയർ ആണെങ്കിൽ അദ്ദേഹം പഠിച്ച സബ്ജക്റ്റും, അതിന് മുമ്പുള്ളവർ പഠിച്ച സബ്ജക്റ്റ് എല്ലാം ഇപ്പോഴും സെയിമാണ്. പക്ഷെ നീഡ് ഡിഫറെൻ്റ് ആണ്. അന്ന് നമ്മൾ എഞ്ചിനീയറിംഗ് പഠിച്ച ഒരു PWD ഒരു എഞ്ചിനീയർ ആകുന്നോണോ അല്ല. ഇപ്പം നമുക്കുള്ള കോർപ്പറേറ്റ്സ് എല്ലാവരും വലിയ മൾട്ടിനാഷണൽ കമ്പനികളിൽ വർക്ക് ചെയ്യുന്നു, MNC വർക്ക് ചെയ്യുന്നു. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? കരിക്കുലം പ്ലാനിങ്ങിൽ നമ്മൾ കോർപ്പറേറ്റ്സിനെ, മൾട്ടിനാഷണൽ കോർപ്പറേറ്റ്സിനെ ഇൻവൈറ്റ് ചെയ്യണം. എഞ്ചിനീയറിങ്ങിൻ്റെ സബ്ജക്റ്റ് കരിക്കുലം ഉണ്ടാക്കാൻ അവർക്ക് ആവശ്യമുള്ള, ഇപ്പം മൾട്ടിനാഷണൽ കമ്പനിക്ക് ആവശ്യമുള്ള കാര്യം എന്താണെന്ന് അവരോട് ചോദിക്കണം. അവരെ വിളിച്ചിരുത്തിയിട്ടാണ് നമ്മൾ അവർക്ക് വേണ്ടി കരിക്കുലം ഉണ്ടാക്കേണ്ടത്. അല്ലാതെ ആം ചെയറിലിരുന്ന് പണ്ട് പഠിപ്പിച്ചത് ഇപ്പോഴും പഠിപ്പിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. സ്കൂളിൽ സയൻസ് ആൻഡ് ടെക്നോളജി ഇൻക്ലൂഡ് ചെയ്യണം, കരിക്കുലത്തിൽ കൊണ്ടുവരണം. ആ കരിക്കുലത്തിൽ എങ്ങനെ സയൻസ് ആൻഡ് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ കണ്ടുപിടിക്കാൻ മിടുക്കരായിട്ടുള്ളവരെ കരിക്കുലം പ്ലാൻ ചെയ്യാൻ, കരിക്കുലം ഉണ്ടാക്കാൻ നമ്മൾ ഏൽപ്പിക്കണം. സിംപിളി അത്രയേ ഉള്ളൂ. അവിടെ യാതൊരുവിധ രാഷ്ട്രീയമോ നമ്മുടെ ബന്ധമോ ഒന്നും പാടില്ല. ട്രൂ വിഷണറീസ് ആയിട്ടുള്ള ആൾക്കാർ ഇരുന്ന് വേണം നമ്മൾ സിലബസ് പരിഷ്കരിക്കാൻ. അപ്പോൾ സ്കൂൾ ഏറ്റവും നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് സ്കൂൾ കരിക്കുലമാണ്. സ്കൂളിൽ നമ്മൾ എന്ത് പഠിപ്പിക്കുന്നു അത് ലൈഫ് ലോങ് ലേണിംഗ് ആണ്. അതാണ് ഞാൻ പറയുന്നത്, 21st സെഞ്ച്വറി ലേണിംഗ് ലൈഫ് ലോങ് ലേണിംഗ് ആണ്. ആ ലേണിങ്ങിന് നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. അത് സാധിക്കണം. നമ്മുടെ ഇന്ത്യക്ക് മാത്രമല്ല, ഗ്ലോബലി അത് മാറണം. പിന്നെ നമ്മൾ വിചാരിക്കും, ഈ വിമൻ പ്രോബ്ലംസൊക്കെ, സ്ത്രീകളെ ഉപദ്രവിക്കുന്നു, സ്ത്രീകളുള്ള പ്രശ്നങ്ങളും വിമൻ ഇഷ്യൂസൊക്കെ ഇന്ത്യയിൽ മാത്രമല്ല, എല്ലാ രാജ്യങ്ങളിലും വിമൻ ഇഷ്യൂസ് തന്നെയാണ്. അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഓക്കെ മാം, when we were speaking, മാം ഒരു 158 ഐ തിങ്ക് അംഗൻവാടീസിൽ നിങ്ങൾ ചെയ്യുന്ന, ആസ് എൻ ഓർഗനൈസേഷൻ ചെയ്യുന്ന വർക്കിനെ പറ്റി പറഞ്ഞായിരുന്നു. അതെ. യു ഹഡ് ടോൾഡ് മീ ഇറ്റ്സ് ഗോട്ട് ടു ഡു വിത്ത് യൂത്ത്. അപ്പം നമ്മൾ യൂത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ എഡ്യൂക്കേഷനിൽ ഓൾറെഡി വന്നു, ഇപ്പോൾ ഓൾറെഡി ഒരു സർട്ടൻ ഏജിലെത്തി. ആൻഡ് അഡോളസൻസ് എന്ന് പറയുന്നത് ഇന്ന് പലവർക്കും, പല തലമുറകളുടെ ഇടയിൽ പേരൻസും
സൊസൈറ്റിയിലെ എല്ലാവരും അവരെ ഹെൽപ്പ് ചെയ്യണമെന്ന് ഉദ്ദേശിച്ച് പലപ്പോഴും കൺഫ്യൂസിങ് ആയ ഒരു ഏജ് ഗ്രൂപ്പിനെ കൂടെയാണ് ആ വർക്ക് മാം ചെയ്യുന്നത്. അപ്പം ഗ്രാസ് റൂട്ട് ലെവലിൽ ഇപ്പം ഈ 158 അംഗൻവാടികളിൽ മാം ഇത്രയും യൂത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതിൽ പേരൻസ് ആയിട്ടും കെയർ ഗിവേഴ്സായിട്ടും യൂത്തിന് ഇന്ന് വേണ്ട നമ്മുടെ അഡൾട്ട്സിൽ നിന്നും കെയർ ഗിവേഴ്സിൽ നിന്നും വേണ്ട സപ്പോർട്ട് എന്താണ് മാം? ആക്ച്വലി ദാറ്റ് ഈസ് അനദർ ഇൻട്രസ്റ്റിംഗ് ഏരിയ. ഞാൻ ഒരു മൂന്നാമത്തെ ഫേസാണ് നമ്മൾ ഈ ത്രൂ അംഗൻവാടി വർക്ക് ചെയ്യുന്നത്. അംഗൻവാടി എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും അത്ര നമുക്ക് വലിയ എല്ലാവരും അങ്ങനെ കേട്ട് പറയുന്ന ഒരു ഏരിയ അല്ല. അതൊരു യൂണിവേഴ്സിറ്റിയാണ്, ഗ്രാസ് റൂട്ട് ലെവൽ യൂണിവേഴ്സിറ്റിയാണ് അംഗൻവാടീസ് എന്ന് പറയുന്നത്. ഒരു ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റാണ്. അപ്പം നമുക്കറിയാം കുറച്ച് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികൾ പഠിക്കും. ഒറ്റ മിനിറ്റ് മാം, sorry, just to clarify to our viewers, I know what you do in Anganwadi for youth. Could you just quickly explain your mode of operation of using Anganwadis for youth enrichment? ബിക്കോസ് നമ്മൾ WHI, ഞാൻ എൻ്റെ ഓർഗനൈസേഷൻ നമ്മൾ യൂത്തിൻ്റെ ഇടയിൽ വർക്ക് ചെയ്യാൻ തീരുമാനിച്ചു. എങ്ങനെയാണ് ഇപ്പം നമ്മൾ ഈ എഡ്യൂക്കേഷൻ എപ്പോഴും ഞാൻ അടുത്ത ജനറേഷന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് നമ്മൾ യൂത്തിന് വേണ്ടി വർക്ക് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പം ആദ്യമായിട്ട് ഞാൻ വിചാരിച്ചു നമുക്ക് അംഗൻവാടി കൂടെ നമുക്ക് യൂത്തിലേക്ക് എത്താമെന്ന്. അതിനൊരു കാരണമുണ്ട്. അംഗൻവാടി എന്ന് പറഞ്ഞൊരു വണ്ടർഫുൾ സിസ്റ്റമാണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ. അംഗൻവാടി ഒരു ഗ്രാസ് റൂട്ട് യൂണിവേഴ്സിറ്റിയാണ്. അവിടെ കുട്ടികൾ മാത്രമല്ല, ചെറിയ കുഞ്ഞുങ്ങളെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്, അമ്മമാരെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്, യൂത്ത്. അവിടെ വർണ്ണക്കൂടെന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഉണ്ട് ഗവൺമെൻറ്റിന്. എല്ലാ അംഗൻവാടിയിലും വർണ്ണക്കൂടുണ്ട്. വർണ്ണക്കൂടെന്ന് പറഞ്ഞാൽ ഒരു ടീനേജ് ഗ്രൂപ്പുണ്ട്. 13 വയസ്സിനും ടീനേജ് ഒരു 19 ഇയർ ഓൾഡ് വരെയുള്ള 19 ഇയേഴ്സ് വരെയുള്ള കുട്ടികൾ അവർ അഡ്രസ്സ് ചെയ്യണം എന്നാണ് പല ഇഷ്യൂസും. അപ്പം നമ്മൾ മെയിൻ സ്ട്രീമിൽ വരാത്ത കുട്ടികൾ നമ്മൾ അംഗൻവാടി ഇപ്പോൾ കടപ്പുറത്തുള്ള കോസ്റ്റൽ ഏരിയാസുള്ള അംഗൻവാടീസ്, അതുപോലെ ഗ്രാമപ്രദേശത്തുള്ള അംഗൻവാടീസ്, അവരൊരു പക്ഷേ മെജോറിറ്റി അവിടുത്തത് മെയിൻ സ്ട്രീമിൽ വരാത്ത കുട്ടികളാണ്. അവർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഗവൺമെൻറ്റിന് ഭരണകൂടത്തൊരു പ്രോജക്റ്റ് ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അതിന് നമ്മൾ വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് സംസാരിച്ചു. അപ്പോൾ നമുക്ക് അങ്ങനെ അംഗൻവാടിയിൽ ഈ ട്രിവാൻഡ്രം സിറ്റി അർബൻ അംഗൻവാടിയിൽ വർക്ക് ചെയ്യാൻ അവസരം കിട്ടി. അങ്ങനെ ഞങ്ങളിത് മൂന്നാമത്തെ ഫേസാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത്. അവിടെ എങ്ങനെ നമ്മൾ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ അംഗൻവാടിയിൽ എല്ലാ അംഗൻവാടിയിലും ഭരണക്കൂടുണ്ട്. അപ്പോൾ അവിടെ എല്ലാം കുട്ടികളുണ്ട്, സ്കൂളിൽ പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. എല്ലാവരും എല്ലാ മീറ്റിങ്ങിനും വരുമോ എന്ന് ചോദിച്ചാൽ വരത്തൊന്നുമില്ല. പക്ഷേ ആ കുട്ടികൾ നമ്മൾ കുറച്ച് അവരെ എംപവർ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ബാലൻസ്. ഇപ്പം ഞാനിപ്പോൾ സന്ദീപിനി സ്കൂളിൽ കുറച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതുപോലെ എനിക്ക് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് കുറച്ച് പഠിപ്പിക്കാൻ പറ്റിയ, അവരൊക്കെ ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റിയ അതൊരു നല്ല കാര്യമാണെന്ന് തോന്നിയിട്ടാണ് അതിലേക്ക് തിരിയുന്നത്. അവിടുത്തെ കുട്ടികൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ സാറ്റർഡേയിലും ഞങ്ങൾക്ക് അംഗൻവാടി കുട്ടികൾക്ക് ക്ലാസ് ഉണ്ടെന്നുള്ളത്. ഈ 2 ഇയർ കഴിഞ്ഞിട്ട് 2 ഫേസ്, മൂന്നാമത്തെ ഫേസായപ്പം ഞങ്ങൾ വിചാരിച്ചു അവർക്ക് കുറച്ച് ഒരു കോമൺ സബ്ജക്റ്റും ഇംഗ്ലീഷ് ആദ്യത്തെ 2ാമത്തെ ഫേസിൽ നമ്മൾ നന്നായിട്ട് ഇംഗ്ലീഷ് അവരെ പഠിപ്പിക്കുമായിരുന്നു. ഇപ്പോൾ നമ്മൾ അതേപോലെ തന്നെ ഒരു കോമൺ സബ്ജക്റ്റും AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ട്, ഇത് എല്ലാ ആഴ്ചയിലും അവർ റോബോട്ടിക്സ് ആൾക്കാരെ കൊണ്ടുപോയി നമ്മൾ ക്ലാസ് കൊടുക്കുകയാണ് അവർക്ക്. എന്താണെന്ന് വെച്ചാൽ അവർ ഗ്രാസ് റൂട്ട് ലെവലിൽ ഉള്ള അംഗൻവാടിയിലെ പരിധിയിലുള്ള കുട്ടികൾ, അത് മെയിൻ സ്ട്രീമിൽ വരാത്ത കുട്ടികൾക്ക് മനസ്സിലാക്കണം ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും റോബോട്ടും എല്ലാം ഉൾപ്പെട്ടതാണ് ഈ ലോകമെന്നും അവർക്ക് അതിനെക്കുറിച്ച് ഒരു ഇൻസ്പിറേഷൻ, അവരെ മോട്ടിവേഷൻ കൊടുത്ത് അവരെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ വർഷം നമ്മുടെ ആഗ്രഹം. അപ്പം നമ്മളിങ്ങനെ ഇപ്പോൾ 48 അംഗൻവാടി കഴിഞ്ഞു. അവർക്കിങ്ങനെ നമ്മൾ ഇവർക്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ട്രെയിനിങ് കൊടുക്കുവാണ്. അപ്പോൾ റോബോട്ട്സ് അവിടുന്ന് 2 പേര് വരും, അതിന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സംസാരിക്കും. അങ്ങനെ അവർക്ക് അതിനെക്കുറിച്ച് അപ്പോൾ ഇവർക്കൊരു ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ലെവലിലേക്ക് നമുക്ക് പോകാം, കുറച്ച് പഠിപ്പിക്കാൻ പറ്റും. ഇങ്ങനെ അപ്പോൾ ഒരു
സമൂഹത്തിലൊരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി, ഒരു യങ് വേൾഡ് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. എല്ലാം ഇപ്പോൾ ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ NGOസും സ്കൂൾസും എല്ലാം ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യണം. ഏത് ഗവൺമെൻറ് വന്നാലും നമ്മുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്, നമ്മുടെ എയിം എന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ളതായിരിക്കണം. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ആര് ഭരിച്ചോട്ടെ, ഏത് ഗവൺമെൻറ് ഭരിച്ചോട്ടെ, അതല്ല നമ്മുടെ ഉദ്ദേശം. നമ്മളെ കൊണ്ട് എന്ത് അടുത്ത ജനറേഷന് വേണ്ടി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ പേരിന് യൂത്ത് എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാം എന്നുള്ളതാണ്. നമുക്ക് ഒരു പ്രാവശ്യം യൂത്ത് എൻറിച്ച്മെൻറ്റിന് വേണ്ടി നമുക്കൊരു CSR സപ്പോർട്ട് SFS തന്നിരുന്നു, ഒരു വർഷം തന്നിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾക്കിവിടെ ക്യൂബസ്റ്റ് എന്നൊരു കമ്പനിയുണ്ട്, തന്നിരുന്നു. പിന്നെ കെന്നഡി സൊല്യൂഷൻസ് എന്ന് പറഞ്ഞിട്ട് ടെക്നോ പാർക്കിലുള്ള ഒരു കമ്പനി തന്നിരുന്നു. ഈ വർഷം നമ്മളത് കണ്ടിന്യൂ ആണ്. CSR പൈസയൊന്നും ഇല്ല, ബട്ട് വി ട്രൈ ടു സ്പെൻഡ് മണി ഫ്രം അവർ ഓൺ പോക്കറ്റ്. ദാറ്റ് ഈസ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഞാൻ വിചാരിക്കും നമ്മളത് എങ്ങനെ പൈസ ചിലവാകും എനിക്ക് എന്നെ അറിയത്തില്ല, നമ്മൾ നടത്തിക്കൊണ്ട് പോകുന്നു. പക്ഷേ ഐ സ്ട്രോങ്ലി ബിലീവ് ദാറ്റ് ഈസ് നോട്ട് ആൻ എക്സ്പെൻഡിച്ചർ, ദാറ്റ് ഈസ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ നെക്സ്റ്റ് ജനറേഷൻ. അങ്ങനെ ഒരു പാഷനായിട്ട് യൂത്ത് എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാം നടക്കുകയാണ്. അത് അംഗൻവാടി കൂടിയാണ് നടത്തുന്നത്. അംഗൻവാടിയിലെ എല്ലാ ഇപ്പം വിമൻ ആൻഡ് ചൈൽഡ് എല്ലാ ഉദ്യോഗസ്ഥരും CDPO, അവരുടെ ടീച്ചേഴ്സ്, സൂപ്പർവൈസേഴ്സ്, അംഗൻവാടി ടീച്ചേഴ്സ്, അംഗൻവാടി ആയാസ്, എല്ലാവരും എന്ത് നല്ല സോഷ്യൽ വർക്കേഴ്സാണ്. അവരെന്ത് വർക്കാണ് അംഗൻവാടി ടീച്ചേഴ്സ് ആയമാരൊക്കെ ചെയ്യുന്നതെന്ന് അറിയാമോ? അപ്പോൾ ഞാൻ വിചാരിക്കും നമ്മൾ ചെയ്യുന്ന വർക്കൊന്നും അല്ല എന്ന് വിചാരിക്കും. ഇപ്പം ഞാൻ യുണൈറ്റഡ് നേഷൻസിൽ പോകുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. സോഷ്യൽ വർക്ക് ഒത്തിരി ഈ കടപ്പുറം ഇഷ്ടം പോലെ സോഷ്യൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളെക്കാൾ സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സ്ത്രീകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അവരെയൊന്നും നമ്മൾ മറക്കാൻ പാടില്ല. എനിക്കൊരു വളരെ പ്രധാനമായിട്ട് എനിക്ക് പറയാൻ പറ്റും, ഇന്ദിര ഒരു സോഷ്യൽ വർക്കറാണ്. ആശ്രയ ഒരു കുട്ടികളെ താമസിപ്പിക്കുന്ന ഹോം വയസ്സായവരെയൊക്കെ ഒരു ഹോം നടത്തിയിരുന്നു. ഇന്ദിര ഇപ്പം അതുപോലെ ചെയ്യുന്നില്ല, അത്രയ്ക്ക് പറ്റുന്നില്ല. എനിക്ക് അവർ രാത്രിയാകുമ്പം വിളിക്കും, മാഡം നാളെ കുട്ടികൾക്ക് ആഹാരമില്ല, അരിയില്ല എന്ന് പറയും, ചോറ് വെക്കാൻ. അപ്പോൾ എവിടെ നിന്നെങ്കിലും കടമൊക്കെ വാങ്ങിച്ചോ, എങ്ങനെയെങ്കിലും ഒരു ചാക്ക് അരി പിറ്റേ ദിവസം രാവിലെ അവിടെ എത്തിക്കും. എത്ര വർഷം ആ ലേഡി ഇത്രയും കുട്ടികളെ വളർത്തിയെന്ന് എനിക്കറിയത്തില്ല. അവരുടെ ഫ്രണ്ടിൽ ചെല്ലുമ്പോൾ ഞാൻ വിചാരിക്കും ഞാൻ ആരുമല്ല എന്ന് വിചാരിക്കും. അവരൊരു സെൽഫ്ലെസ് ആയിട്ട് കുട്ടികൾക്ക് വേണ്ടി വർക്ക് ചെയ്യുകയാണ്. ഇവിടെ അവർ ജോലി ചെയ്തു, അത് കഴിഞ്ഞ് അവരുടെ ഹസ്ബൻഡ് കേറ്ററിങ് ചെയ്തു, എല്ലാം അവർ ഈ കുട്ടികൾക്ക് പഠിപ്പിക്കാനും വളർത്താനും വേണ്ടി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സമൂഹത്തിൽ കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഒരാൾക്ക് മാത്രമുള്ളതല്ല. ഈച്ച് ആൻഡ് എവരി പേഴ്സൺ ഷുഡ് ബി കമ്മിറ്റഡ് ടു നെക്സ്റ്റ് ജനറേഷൻ. അപ്പോൾ കുട്ടികളെ അവർ നോക്കുന്നത് കൊണ്ട് എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇപ്പോൾ അംഗൻവാടി പോകുന്നു, അവിടുത്തെ അവർക്കുള്ള നമുക്കറിയാം അംഗൻവാടിയുടെ ശമ്പളമൊക്കെ അറിയാം നമുക്ക്. പക്ഷെ അവരെത്ര കമ്മിറ്റഡ് ആയിട്ടാണ് ആ സമൂഹത്തിനോട് പെരുമാറുന്നതെന്ന് അറിയാമോ? ഞാൻ അവരോടൊത്ത് വർക്ക് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ചെയ്യുന്നതിനേക്കാൾ ജോലി അവർ ചെയ്യുന്നു നമുക്ക് തോന്നുവാണ്. അപ്പോൾ യൂത്ത് എൻറിച്ച്മെൻറ്റ് എൻ്റെ ഡ്രീമായിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. Wow, so inspiring, ma'am, to hear പല ലെവലുകളിൽ the work that you do. Ma'am, ഇപ്പം you mentioned how corporates have supported this mission. As individuals, ഇപ്പം നമുക്ക് I see how you've taken what you've seen and converted that into different spheres of impact. Just to inspire our viewers, what are some areas you feel ഈ യൂത്ത് എൻറിച്ച്മെൻറ്റ് പ്രോജക്റ്റ് ചെയ്തതിൽ നിന്ന്, what are some ways in which this has impacted the young people, the youth and those communities in a way that you see it will change the future? പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ നമ്മുടെ വർക്ക് നമ്മൾ ഈ ശനിയാഴ്ച ഒരു സ്ഥലത്ത് ഒരു 5 അംഗൻവാടി ഒന്നിച്ച് വെച്ചു. അവിടെ നമ്മൾ ഒരു 25-30 കുട്ടികൾ വന്നു, യങ്സ്റ്റേഴ്സ് വന്നു. യങ്സ്റ്റേഴ്സ് പറഞ്ഞാൽ വലിയ യൂത്തൊന്നുമല്ല, 13 വയസ്സ്, 14 വയസ്സ്, 15 വയസ്സ്, ചിലപ്പോൾ ഒരു 8 വയസ്സുകാരും വന്ന് ഇരിക്കുക. അതിനെ നമുക്ക് വിടാൻ പറ്റത്തില്ലല്ലോ. അവരുമായിട്ട് നമ്മൾ എൻഗേജ് ചെയ്തു. അവർക്കൊരു ആദ്യം ഒരു വാർമിംഗ് അപ്പ് എല്ലാം കൊടുത്തു. നമ്മൾ ആ ക്ലാസ് കഴിയുമ്പോൾ നമുക്കറിയാം, നമ്മൾ കുറേ ഇവാലുവേഷൻസ് ഒക്കെ ചോദിക്കും. ചില കുട്ടികളുടെ കൂടെ അവരെ പേരൻസ് വരും. എല്ലാ സെഷൻസും കമ്പൽസറി ആയിട്ട് ഒരു മിസ് ചെയ്യാതെ വരുന്ന കുട്ടികൾ കാണും. അപ്പം നമുക്കറിയാം ദേ ആർ ഇൻട്രസ്റ്റഡ് ടു. അപ്പോൾ ഈ അംഗൻവാടിയിൽ
ഈ പരിധിയിലുള്ള കുട്ടിയാണെങ്കിലും അടുത്ത സ്ഥലത്തും വരും ആർട്ടിഫിഷ്യൽ AI പഠിക്കാൻ. അപ്പം നമ്മൾ കുറച്ച് റോബോട്ടിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അടുത്ത അംഗൻവാടി വയ്ക്കുമ്പോൾ അപ്പോഴും ഇത്രയും കുട്ടികൾ വരും. കൂടുതൽ കുട്ടികൾ 50 കുട്ടികൾ വരണമെന്ന് പറഞ്ഞാൽ 25എങ്കിലും വരും. അപ്പോൾ ആ ആ 25 കുട്ടികളെന്ന് പറഞ്ഞാൽ ഒരു 2500 പേരുടെ റെപ്രസെൻറ്റേറ്റീവാണ്, അല്ലെങ്കിൽ 2.5 ലക്ഷം പോപ്പുലേഷൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ് ഈ 25 സ്റ്റുഡൻസ്. ഞാൻ അങ്ങനെയാണ് നമ്മുടെ കോർഡിനേറ്റേഴ്സിൻ്റെ അടുത്ത് പറയുന്നത്. 20 കുട്ടികളെ വന്നുള്ളൂ, ഡോൺ വറി. 20 പേര് 20 ലക്ഷത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ് നമ്മുടെ സമൂഹത്തിൽ. അവരെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ വെരി ഗുഡ്. അടുത്ത സ്ഥലത്ത് പോകുമ്പോഴും പിന്നെ എല്ലാ ശനിയാഴ്ച ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ കുട്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് ഈസ് എ സക്സസ്. ഒരിക്കൽ പോലും ആരും വരാതെ വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ പ്രയോജനം ഉണ്ടായിട്ടാണ് ഈ ആൾക്കാർ വരുന്നത്. അവർ വരും, അവർക്ക് കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ChatGPT കൊണ്ട് ഇംഗ്ലീഷ് കറക്റ്റ് ചെയ്യാൻ പഠിപ്പിക്കും. അപ്പോൾ ദേ സ്റ്റാർട്ടഡ് ടു സ്പീക്ക് ഇംഗ്ലീഷ്. അപ്പോൾ അതൊരു സക്സസ് സ്റ്റോറിയാണ്. അത് കേൾക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷം വരും. ഇപ്രാവശ്യം കുറച്ചും കൂടി ഒന്ന് എസ്കലേറ്റ് ചെയ്തിട്ടാണ് ആർട്ടിഫിഷ്യൽ ഈ റോബോട്ടിനെ കുറിച്ച് പഠിപ്പിക്കുന്നത്. അപ്പോൾ റോബോട്ട്സ് ഇപ്പോൾ എൻഡ് ഓഫ് ദ ഡേ നെക്സ്റ്റ് ഇയർ എനിക്ക് അവരെ കൊണ്ട് റോബോട്ട് ഉണ്ടാക്കിക്കണം എന്നാണ്. അവർക്കൊരു കോഡിങ്ങും ഡാറ്റാ സയൻസൊക്കെ പഠിപ്പിക്കണം. അവർക്ക് അതിനൊക്കെ നമുക്ക് പൈസയും വേണമല്ലോ. ബട്ട് സ്റ്റിൽ ഇതാണ് അത് സമൂഹത്തിൽ അവരുടെ ഇടയിൽ ആ ഒരു മാർജിനലൈസ്ഡ് സെക്ഷനിൽ നമുക്ക് അവരെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് എ ഗ്രേറ്റ് സക്സസ്. അവർ വരുമെന്നുള്ളത് അടുത്ത 25 പേര് അടുത്ത ക്ലാസ്സിൽ വരുവാണ്. ഇനി റൊട്ടേറ്റ് ചെയ്ത് ഈ 58 അംഗൻവാടി മാറി 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 നടത്തിക്കൊണ്ടിരിക്കുക ഈ വർഷം. അപ്പോൾ ഇവർ വരുവാണ്, ഇവരെല്ലാ വീക്കിലും വരും. ഇത് കൂടാതെ നമ്മൾ അവരുടെ അമ്മമാർക്കും ക്ലാസ് കൊടുക്കും. അവരോട് പറയും ടീച്ചർ അവർക്ക് മദേഴ്സ് മീറ്റിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ പറയും ഞങ്ങൾ എടുക്കാമെന്ന് പറയും. അപ്പോൾ ഞങ്ങൾ പോയിട്ട് മദേഴ്സിന് മീറ്റിംഗ് കൊടുക്കും. അപ്പോൾ ദാറ്റ് ഈസ് ഓൾസോ ഗുഡ്. അപ്പോൾ അമ്മമാരെയും കുട്ടികളെയും നമ്മൾ ഒരേപോലെ ഏകദേശം അഡ്രസ്സ് ചെയ്യുവാണ്. അപ്പോൾ ഇവരിലൊരു ചേഞ്ച്, മക്കളിലൊരു ചേഞ്ച്. അപ്പോൾ ആ യൂത്ത് എന്ന് പറഞ്ഞാൽ അടുത്ത യൂത്തല്ല, യൂത്ത് എൻറിച്ച്മെൻ്റ് എന്നാണ് അതിൻ്റെ പേര്. ആ ടീനേജ് ഗ്രൂപ്പിന് നമുക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്, ആ പറഞ്ഞു കൊടുക്കുന്നത് അവരെ നമ്മൾ മെൻറ്റർ ചെയ്യുന്നത്, അതിൻ്റെ ഒരു സക്സസ് എന്താണെന്ന് ചോദിച്ചാൽ നെക്സ്റ്റ് വീക്കിലും അതുപോലെ വരും, അടുത്ത വീക്കിലും അതുപോലെ വരും, അടുത്ത അംഗൻവാടി. അപ്പോൾ ഈ അടുത്ത 5-6 അംഗൻവാടി ആകുമ്പോൾ ഇത്രയും കുട്ടികൾ വരുവാണ് അവരെ. അപ്പോൾ ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് എ ഗ്രേറ്റ് ചേഞ്ച്. മാം പറഞ്ഞതുപോലെ ഇറ്റ് ഷോസ് എ ലവ് ഫോർ ലേണിംഗ് ലവ് ഫോർ ആൻഡ് ആ ഒരു ദാറ്റ് ദേ സീ വാല്യൂ. ഈ നമ്മളെ കാലഘട്ടത്തിൽ പിള്ളേർക്ക് ഫോർ വെരി ഓഫൻ യു സീ എ ലോട്ട് ഓഫ് ദം ഡ്രോപ്പിംഗ് ഔട്ട് ഓഫ് സ്കൂൾ ഓർ നോട്ട് കമ്മിങ് ടു ക്ലാസ്സസ് and പങ്കെടുക്കുന്ന കാലഘട്ടം. The fact that they are coming back and the fact that they want to learn is the evidence of what you said, which is the lifelong learner you have built. അല്ലേ? ഈ ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻ്ററൊക്കെ അവർക്കറിയാം. എല്ലാവർക്കും ഫണ്ടൊക്കെ കുറവാണല്ലോ, പക്ഷെ അവർക്ക് നമുക്ക് പെർമിഷൻ തന്നിട്ടുണ്ട് അവിടെ അവരെ അഡ്രസ്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ഏത് ഡയറക്ടേഴ്സ് മാറി വരും. ഇപ്പോൾ കഴിഞ്ഞ ഡയറക്ടർ ഭയങ്കര എന്തോസിയസ്റ്റ് നമുക്കൊരു ഇതൊക്കെ തന്നു, പെർമിഷനൊക്കെ ഇതൊക്കെ തരും നിങ്ങൾ ക്ലാസ്. പിന്നെ CDPO, പിന്നെ സൂപ്പർവൈസേഴ്സ്, അവരൊക്കെ എന്ത് ജോലി ചെയ്യുന്നതെന്ന് അറിയാമോ? ഒരു അംഗൻവാടി വർക്കർ, ആ അംഗൻവാടി ടീച്ചർ എന്ന് പറയുന്നത് അത് ഇറ്റ് ഈസ് അമേസിങ് ദെയർ വർക്ക്. അംഗൻവാടി 10-25 കുട്ടികളെ ഈ ഒരു ടീച്ചർ ഒരായും കൂടെ നോക്കുന്നത്, അവർക്ക് ആഹാരം കൊടുക്കണം. ടു മെനി തിങ്സ് ആർ ദെയർ. പിന്നെ ഞങ്ങളവിടെ അമ്മമാർക്ക് ക്ലാസ് കൊടുക്കും, പിന്നെ മെഡിക്കൽ ക്യാമ്പ് വയ്ക്കും ചില സ്ഥലത്ത്. Just to clarify, ma'am, അമ്മമാർക്ക് ക്ലാസ് കൊടുക്കുന്നെന്ന് പറഞ്ഞതിൽ what are the kind of needs they have and what is it that you impart there? അത് എപ്പോഴും നമുക്ക് എല്ലാത്തിനെക്കുറിച്ചും അവർക്ക് പഠിക്കാൻ ഇഷ്ടമാണല്ലോ. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ HIV AIDS, ഇപ്പോൾ December 1 വേൾഡ് എയ്ഡ്സ് ഡേ ആയിരുന്നു. ആ സമയത്ത് നമ്മൾ HIV പറയും, HIV AIDSനെ കുറിച്ച് പറയും. അപ്പോൾ ഏതാണോ റെലവൻ്റ് ആയിട്ടുള്ളത് അതിനെക്കുറിച്ച് നമുക്ക് പറയും. ഹെൽത്ത് പറഞ്ഞു കൊടുക്കാം, അവർക്ക് HIV AIDSനെ കുറിച്ച് പഠിപ്പിക്കാം. എന്ത് സബ്ജക്റ്റാണ് ആ സമയം റെലവൻ്റ് ആയിട്ടുള്ളത്. ഈവൻ ഇപ്പോൾ നമ്മുടെ ഈ ക്ലൈമറ്റ് ഉച്ചകോടി സമയത്ത് നമ്മൾ ക്ലൈമറ്റ് ചേഞ്ച് എന്നല്ല, എങ്ങനെയാണ് ട്രീസ് മരം വെക്കുന്ന മാത്രമല്ല ഗ്രീൻ എനർജിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക. ഇവരൊക്കെ അംഗൻവാടി മദേഴ്സൊക്കെ ഒരുപാട് ക്ലാസ്സുകൾ കേട്ട് ഗവൺമെൻറ് ഒരുപാട് എഫേർട്ട് എടുത്ത് അവർക്ക് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം
ഇച്ചിരി കട്ടി കൂടി 1-2 സംഭവങ്ങൾ കൂടി നമ്മൾ പറഞ്ഞു കൊടുക്കും. ഗ്രീൻ എനർജി എന്താണ്, അങ്ങനെയൊക്കെ ഉള്ളതിനെക്കുറിച്ച്. അപ്പോൾ അവർക്കതെല്ലാം ഒരു ശ്രദ്ധയോടെ കേൾക്കും. അപ്പോൾ നമുക്ക് വളരെ ഇഫക്റ്റീവാണ്. ഇപ്പോൾ 25 അമ്മമാരുണ്ടായിരുന്നു എന്ന് വെച്ചാൽ 5 പേര് അതനുസരിച്ച് ഒരു ജീവിതത്തിൽ ഒരു ലൈഫിൽ നമ്മുടെ നമ്മുടെ ഹാബിറ്റിൽ നമ്മുടെ അത് ഒരു മാറ്റം വരുവാണെങ്കിൽ ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് എ ഗുഡ് ചേഞ്ച് ഇൻ ദി കമ്മ്യൂണിറ്റി. അത്രയും ഹോംസിൽ ചേഞ്ച് വരികയാണ്. നമ്മളിപ്പോൾ വലിയ മാറ്റങ്ങളല്ല, നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇടപെടണം. അതുകൊണ്ടാണ് ഈ വർഷം ഞങ്ങൾ നിർത്തിയില്ല. യൂത്ത് എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാം ഈ വർഷം അടുത്ത വർഷം ചെയ്യും. തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വി ഡിഡ്ന്റ് സ്റ്റോപ്പ് ഇറ്റ് അറ്റ് ഓൾ. കാരണം നമ്മൾ വിചാരിച്ചു അത് കണ്ടിന്യൂറ്റി വേണം എല്ലാത്തിനും. നമ്മൾ സ്കൂളിൽ പറയത്തില്ല, അഷ്വർ ചെയ്ത് വീണ്ടും വീണ്ടും പറയണം, വീണ്ടും വീണ്ടും പഠിക്കണം. അത് ദാറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു എവരിവെയർ. മാം, you once told us about a story of വീട്ടിൽ ഐശ്വര്യം കൊണ്ടുവരുന്ന പോലെയാണെന്ന്. അതായത് 2 പിള്ളേർ. ഇപ്പം നമുക്കുള്ള രാജ്യം ഇപ്പം നമ്മളിപ്പോൾ സ്കൂളുകളിൽ നവീന സ്കൂളുണ്ട്, ഞാൻ നമ്മുടെ സ്കൂളെല്ലാം പഠിപ്പിക്കുന്നു. ഓക്കെ, അങ്ങനെയല്ല. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ അംഗൻവാടി ബേസ് ചെയ്ത് നമ്മൾ യൂത്തിനെ, നമ്മൾ ടീനേജേഴ്സിനെ പഠിപ്പിക്കുന്നു. അവരും കുറച്ച് കാര്യങ്ങൾ അറിയണ്ടേ. ലൈക്ക് ഫാമിലി, ഇപ്പോൾ നമ്മൾ ഒരു വീട്ടിൽ 4 മക്കളുണ്ട്. 2 പേര് ഭയങ്കര പഠിച്ചു മിടുക്കരായി IT പ്രൊഫഷനൊക്കെ പോയി, 2 പേര് അല്ല, അവർക്ക് അത്രയ്ക്ക് പഠിക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ നമ്മൾ അവരെ അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ ഒരു വീട്ടിൽ തന്നെ 2 പേര് വലിയ മിടുക്കരായി നല്ല സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എല്ലാം കൂടി അവർ ക്വാളിറ്റി ഓഫ് ലൈഫ്, ഇവിടെ ക്വാളിറ്റി ഓഫ് ലൈഫ് കുറയും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 4 പേരും ഒരുപോലെ നല്ല ക്വാളിറ്റി ഓഫ് ലൈഫ് ആ ഉള്ളപ്പോഴാണ് ആ കുടുംബത്തിന് ഹാപ്പി ഐശ്വര്യം എന്ന് പറയുന്നത്. എല്ലാവരും നന്നായിട്ട് ജീവിക്കുന്നു. അതുതന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ എല്ലാ ആൾക്കാരും സന്തോഷത്തോടെ ഐശ്വര്യത്തോടെ ജീവിക്കണം. എന്ന് പറഞ്ഞാൽ അവരുടെ നീഡ് അഡ്രസ്സ് ചെയ്യണം. നീഡെന്ന് വെച്ചാൽ എല്ലാം ഇങ്ങനെ കൊടുക്കുമെന്നല്ല, അവരെ അവെയർ ചെയ്യിപ്പിക്കുക എന്നുള്ളത്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമുക്കൊരു ഇൻവെസ്റ്റ്മെൻ്റാണ്. ഏത് തരത്തിലുള്ള എഡ്യൂക്കേഷൻ ആണെങ്കിലും. പണ്ട് നമ്മൾ കേട്ടിട്ടില്ലേ, വിത്തമെന്തിനും അർത്ഥ്യന് വിദ്യ കൈവശമാകുകയെന്ന്. നമുക്ക് പണത്തിൻ്റെ ആവശ്യമേ ഇല്ല. എഡ്യൂക്കേഷൻ കൊടുക്കുക വേണ്ടുന്നത്. അതാണ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ട് എഡ്യൂക്കേഷൻ നമ്മൾ ഒരു വിഭാഗത്തിന് മാത്രം കൊടുത്താൽ പോരാ, അടുത്ത വിഭാഗത്തിനെ നമ്മൾ എംപവർ ചെയ്ത് എഡ്യൂക്കേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ രാജ്യത്തിന് ഐശ്വര്യം വരുന്നത്. അപ്പോഴാണ് നമ്മൾ പറയുന്നത് നമ്മുടെ രാജ്യം ഡെവലപ്ഡ് നേഷനായി എന്ന് പറയണമെങ്കിൽ എല്ലാ സെഗ്മെൻറ്റിലുള്ള ആൾക്കാരെയും ഒരുപോലെ നമ്മൾ അഡ്രസ്സ് ചെയ്ത് അവരുടെ എല്ലാ ക്വാളിറ്റി ഓഫ് ലൈഫ് നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റണം. അത് ഇറ്റ്സ് നോട്ട് ആൻ ഈസി ജോബ്. അത് നമ്മൾ ഒരാൾ 2 എല്ലാ ആൾക്കാരും സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എല്ലാവരും ഒന്നിച്ച് തീരുമാനിക്കുകയാണ്. ഒരു സ്ഥലത്ത് ഞങ്ങളെല്ലാം പോയി അവരെ ആ സ്ഥലത്തുള്ളവരെ നമ്മൾ പഠിപ്പിക്കും, അല്ലെങ്കിൽ അവിടുത്തെ കുട്ടികൾക്കെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കും. ഈ ട്രിവാൻഡ്രത്ത് തന്നെ അർബൻ 1, 2, 3, 4 4 സെഗ്മെൻറ്റ്സ് ഉണ്ട്. അത് അർബൻ 4 ആണ് ഞങ്ങൾ. എല്ലാ സ്കൂൾസ് വിചാരിക്കുക, അല്ലെ NGOs വിചാരിക്കുക നമുക്ക്. പക്ഷെ നമുക്ക് എല്ലാത്തിനും പണമൊന്നുമില്ല. പണം മാത്രമല്ല, നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യവും നന്നായിട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ വിചാരിക്കണം. അപ്പോൾ രാജ്യത്തിൻ്റെ വികസനം, രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റ്, ഐശ്വര്യം എന്ന് പറയുന്നത് അത് ഈ രാജ്യത്ത് ജീവിക്കുന്ന ഓരോ ആൾക്കാരിലും നിക്ഷിപ്തമായിരിക്കണം. നമ്മൾ ഓരോരുത്തർക്കുള്ള റെസ്പോൺസിബിലിറ്റിയാണ്. അത് നമ്മൾ ഓരോരുത്തരും ആരെയും കുറ്റം പറയാതെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി നമ്മുടെ സമൂഹത്തിൽ നമ്മൾ എങ്ങനെ ചെയ്യുന്നോ ദാറ്റ് മാറ്റേഴ്സ് എ ലോട്ട്, ദാറ്റ് വാല്യൂസ് എ ലോട്ട്. If someone who's watching now, if we want to engage, if we are inspired to ഈ പറയുന്ന ചേഞ്ചിൻ്റെ ഒരു ഭാഗമാകാൻ, ഇതുപോലെ നമുക്ക് ഉള്ള അറിവോ ഈ എഡ്യൂക്കേഷനോ ലേണിങ്ങിലോ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ വാട്ട് ആർ സം വേസ് ഇൻ വിച്ച് വി കുഡ് ഗോ അബൌട്ട് ദാറ്റ്? യെസ് നവീൻ, ഞാൻ ഇപ്പോൾ നമ്മുടെ ഓർഗനൈസേഷൻ WHI ഒരു ഇൻ്റർനാഷണൽ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷനാണ്. നമുക്ക് ഫോർച്ചുനേറ്റ്ലി വി ആർ ഹാവിങ് സ്പെഷ്യൽ കൺസൾട്ടേറ്റീവ് സ്റ്റാറ്റസ് വിത്ത് ഇക്കോസോക് UN. അതുകൊണ്ട് തന്നെ ഗ്ലോബലി വരുന്ന ചേഞ്ചസ് നമുക്കറിയാൻ സാധിക്കും. കാരണം നമ്മൾ ഞാൻ 2010 തൊട്ടാണ് യുണൈറ്റഡ് നേഷൻസിൽ പോകുന്നത്. WHO കൂടല്ല, ഞാൻ ഓൾ ഇന്ത്യ വിമൻസ് കോൺഫറൻസ് പറയുന്ന ഇന്ത്യയിലൊരു പ്രീമിയർ വിമൻ ഓർഗനൈസേഷൻ മെമ്പറാണ്. അപ്പോൾ അത് 1927 ഡൽഹിയിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. ഞാൻ AWH
IUC പണ്ടേ ഈ ഇക്കോസോക്കോ സ്റ്റാറ്റസ് ഉള്ള ഓർഗനൈസേഷനാണ്, വലിയ ഇപ്പോൾ 97 വർഷമാവുന്ന ഓർഗനൈസേഷനാണ്. അപ്പോൾ അതിൽ കൂടാണ് യുഎന്നിൽ ആദ്യം പോകുന്നതൊക്കെ. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ പോകുമ്പോൾ കാണുന്നത് നമ്മൾ നമ്മുടെ ഇൻട്രസ്റ്റഡ് ഉള്ള ഏരിയയിൽ എങ്ങനെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അവരുടെ നമ്മൾ ഈവൻറ്റ്സ് നടത്തുക മാത്രമല്ല, ഈ ഏകദേശം 168 രാജ്യങ്ങളിലെ റെപ്രസെൻറ്റേറ്റീവ് വരുന്ന സമയമാണ് മാർച്ച് ഇൻ്റർനാഷണൽ വിമൻസ് ഡേ തൊട്ട് 12 ദിവസം, ഈ വർഷം 8 തൊട്ട് 21 വരെ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ അവിടെ പോയി അതെല്ലാം കേട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും എങ്ങനെയാണ് സമൂഹത്തിൽ നമ്മൾ ഇടപെടേണ്ടതെന്ന്, അത് എങ്ങനെയാണ് നമ്മൾ ഇൻ്റർവെൻഷൻ നടത്തേണ്ടത്. ഇപ്പം ആർക്ക് വേണമെങ്കിലും WHI കൂടി വർക്ക് ചെയ്യാൻ സാധിക്കും, ഒരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പം അംഗൻവാടീസ് ഞാൻ പറഞ്ഞു, ഒരുപാട് അംഗൻവാടീസ് ഇനിയും അഡ്രസ്സ് ചെയ്യാത്തതുണ്ട്. നമുക്ക് പറയാണ് ഞങ്ങളൊരു 10 അംഗൻവാടി വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ 10 അംഗൻവാടി നമ്മൾക്ക് കറക്റ്റായിട്ട് നമുക്ക് കണ്ടുപിടിച്ച് നമുക്ക് തരാൻ പറ്റും. അവിടെ പോയി നമ്മൾ വർക്ക് ചെയ്യാം. പക്ഷേ അത് സസ്റ്റൈനബിളായിട്ട് വർക്ക് ചെയ്യണം. ഒരു ശനിയാഴ്ച പോയപ്പോൾ ആൾ കുറഞ്ഞു, സാരമില്ല, അടുത്ത ശനിയാഴ്ച. എപ്പോഴും 10-25 കുട്ടികളും അമ്മമാരും എല്ലാം വരുന്ന സ്ഥലമാണ് അംഗൻവാടി. ദിവസം 20-25 കുട്ടികൾ, ദാറ്റ് മീൻസ് 25 ഫാമിലി വരുന്ന സ്ഥലമാണ്. അത് കഴിഞ്ഞ് ശനിയാഴ്ച അവരുടെ ടീനേജ് ഗ്രൂപ്പ് വരുന്നതാണ്. നമ്മളെല്ലാം പഠിപ്പിച്ചു കൊടുക്കേണ്ട അടുത്ത ജനറേഷൻ ടീനേജേഴ്സിനാണ്. അവരാണ് വളർന്ന് വരുന്നത്. ആ അടുത്ത ജനറേഷനെ നമ്മൾ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ അവിടെ പോയിട്ട് അവരുടെ യൂത്ത് ഗ്രൂപ്പ്, അവരുടെ ടീനേജ് ഗ്രൂപ്പ്, അവർക്ക് ഇൻട്രസ്റ്റ് നമുക്ക് നോക്കണം. അവിടുത്തെ എന്താ അവർക്ക് ആവശ്യം. അവർക്ക് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഡാറ്റാ സയൻസും കോഡിങ്ങും ഒന്നും അവർക്ക് അറിയത്തില്ലായിരിക്കും. ചെറുതായിട്ട് നമ്മൾ ലാപ്ടോപ്പൊക്കെ കൊണ്ടുപോയി അവരെ പഠിപ്പിച്ച് അവരെ നമ്മൾ ചെയ്യുന്ന കാര്യം അവർക്ക് ഭാവിയിൽ പ്രയോജനപ്പെടണം. നമ്മളിപ്പോൾ നല്ല ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ ഒത്തിരി കമ്പനീസൊക്കെ ഉണ്ട്. 10th കഴിഞ്ഞ് അവർ വരുവാണ്, നമ്മളൊരു ട്രെയിനിങ് കൊടുക്കുകയാണ്, 2 months ട്രെയിനിങ് കൊടുക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഒരു ജോലി കിട്ടാനും ഒക്കെ എളുപ്പമാണ്. അവർക്കൊരു ജോലി വാങ്ങിച്ചു കൊടുക്കാം, ജോലി കിട്ടാൻ നമുക്ക് CSR എന്ന കമ്പനിയായിട്ട് നമ്മൾ ടൈപ്പ് വയ്ക്കാം. എന്താണ് നിങ്ങളുടെ ആവശ്യം? അല്ല വലിയ കാര്യത്തിലല്ല, ചെറിയ കാര്യം, അങ്ങനെ നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് എ ഗ്രേറ്റ് ചേഞ്ച് ഇൻ സൊസൈറ്റി. യു ഷുഡ് ഡു ദാറ്റ് ഡെഫിനറ്റ്ലി. Ma'am, that's really inspiring. So, what you're saying is, നമ്മളെ UN ഇതുപോലുള്ള വേൾഡ് ഫോറംസിൽ യു ആർ ആക്റ്റീവ് and there are proven or tested strategies that are working in this space across the globe. ആ strategies ആണ് നിങ്ങൾ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, ഓരോ സ്ഫിയറിലും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ചെയ്യുന്ന ഈ അംഗൻവാടി പ്രോഗ്രാം ഇസ് വൺ ഓഫ് ദോസ് ആൻഡ് യു കണ്ടിന്യൂ ടു ഡു സച്ച് പ്രോഗ്രാംസ്. ആൻഡ് സോ ഇതുപോലുള്ള conversations you have the know-how of approaching these different things. You are trying those things, and those who want to be part of something can either volunteer, be part of this kind of activity, partnering with organizations like yours, or corporates, or if we're in different spheres of financially, we can sow into building this kind of impact. E different ways aanu namakku what a lot of viewers, any of us who feel inspired to be part of മാം പറഞ്ഞതുപോലെ നമ്മുടെ നേഷൻ ബിൽഡിംഗ്, അല്ലെങ്കിൽ വീട്ടിലോട്ട് നമ്മുടെ ഒരു കുടുംബം സൊസൈറ്റിയിലോട്ട് ഐശ്വര്യം കൊണ്ടുവരുന്ന പ്രോസസ്സിലേക്ക് one of the great ways we could sow in is these ways of engaging. നമ്മൾ ദ ബഡി ഷോ മൂവ്മെൻറ്റിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് is very similar. അതായത് it's you've brought the heartbeat of what this show is about, ma'am. കാരണം we believe that നമ്മൾ children, adolescents, ഈ ഫോർമറ്റീവ് ഇയേഴ്സിലെ sowing in and supporting is what will shape the future. ഇത് തമ്മിലാണല്ലോ നമ്മുടെ സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ളത്. ആൻഡ് സോ റിയലി അമേസിങ് ടു ഹിയർ ഫ്രം യു different levels of your work, the impact, the narratives and the stories that are part of building the nation. And Yes, you make them globally competent. You make them socially committed. These two are the two sides of the same coin. കുട്ടികളെ നമ്മൾ അങ്ങനെ കാണണം. യു മേക്ക് ദം ഗ്ലോബലി കോമ്പിറ്റൻറ്റ് ആൻഡ് സോഷ്യലി കമ്മിറ്റഡ്. ദാറ്റ് ഈസ് ദ ജിസ്റ്റ് ഓഫ് എവറിത്തിങ്. താങ്ക് യു. wow, thank you so much, ma'am. Really amazing conversation to hear from you how this perspective of your experience and wisdom in the field and what
people can do as caregivers, as adults, as professionals in different fields, how we can also be part of building and shaping a better future for our country. Great conversation, ma'am. Thank you so much for giving us this time of yours. And if any of you want to reach out, WHI is the organization. Ma'am's also available at Sandipani School. You can reach out and continue the conversation of change with her, be part of what's happening in the country. So thank you so much, ma'am. Great conversation with you. Thank you so much. Thank you so much. Thank you.